കാരണം പൊതുവിശ്വാസിയാണ്, നേതാവ് പ്രഖ്യാപിച്ചു എന്ന് ഇയാൾ സമ്മതിക്കുകയാണ്. എന്നാലൊന്നാണ് പറഞ്ഞോട്ടെ, ഇത് തുറന്നാണ് പറയുമ്പോൾ ഉപ്പോളം വരൂലല്ലോ ഉപ്പിലിട്ട്. അതുകൊണ്ട് അയാളിങ്ങനെ പറയട്ടെ തുറന്ന ഭാഷ, ഇതൊരു പുത്തൻ പാർട്ടി തന്നെയാണ്. വലിയ രസമല്ല. അയാൾ ആദ്യം പറയുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഒരു പുത്തൻ പ്രസ്ഥാനമാണ് എന്ന ഒരു ആരോപണം ചില ആളുകൾ പറയലുണ്ട്. അത് ആരോപണം അല്ല, പിന്നെ അതുള്ളത് തന്നെയാണ്. അയാൾ തന്നെ തുറന്ന് സംവദിക്കാണ്. കേട്ടോളൂ നിങ്ങൾ. LCD നിങ്ങൾ ഇതുണ്ടാവുമ്പോഴുള്ള മെച്ചാണ്. ചെറുതായി പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. ഒന്നാമതായി, പ്രതിയോഗികളുടെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർകക്ഷിയായിട്ട് കാണുന്ന മുസ്ലിം സമുദായത്തിലെ ചില കക്ഷികളുടെ ഒരു ആരോപണം ഞാൻ ഉദ്ധരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു പുത്തൻ പ്രസ്ഥാനം അഥവാ പുത്തൻ പ്രസ്ഥാനങ്ങളിൽ ഒരു പ്രസ്ഥാനം. ഇത് ഒരു ആരോപണമായിട്ടാണ് ഉന്നയിക്കുന്നതെങ്കിലും ഞാനിത് ഒരു വസ്തുതയായി അംഗീകരിക്കുകയാണ്. തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി ഒരു പുത്തൻ പ്രസ്ഥാനം. വളരെ തുറന്ന് വളരെ പ്രായം ചെന്ന തഴക്കവും പഴക്കവുമുള്ള മൗലവിയാണ്. ആലോചിച്ച ശേഷം ഉറപ്പിച്ചു പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി ഒരു പുത്തൻ പ്രസ്ഥാനമാണ്, അഥവാ പുത്തൻ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ്. കുറെ പുത്തൻ പ്രസ്ഥാനം, അതിലൊന്ന് ജമാഅത്തെ ഇസ്ലാമി. അതൊരു ആരോപണമായി ചിലർ പറയാറുണ്ട്. ഞാൻ അതല്ല ഉള്ളത് തന്നെ. ചോദിക്കോ നിങ്ങൾ, നമ്മൾ സൂക്ഷ്മതയിൽ പേടിച്ചൊക്കൊന്നും വേണ്ട. മുമ്പത്തെ ഹോട്ടലിൽ കയറിയിട്ട് ചോറിങ്ങനെ കഴിക്കുക. രണ്ടാമതും കുറച്ചും കൂടെ വേണമെന്ന് തോന്നിയപ്പം സപ്ലൈയോട് ആവശ്യപ്പെട്ടു. ചോറിട്ട് കൊടുത്ത് 2 ഉരുളങ്ങനെ കഴിച്ചപ്പോൾ ഇയാൾക്ക് തോന്നൽ, ഇത് രാത്രിയിലെ ചോറ് വെള്ളത്തിലിട്ട് വെച്ച് ചൂടാക്കിയിട്ട് കൊണ്ടുവന്നോ. പക്ഷെ ചൂടാവണമെങ്കിൽ ഉറപ്പില്ലാത്തത് കൊണ്ട് എന്നാ നമ്മളെ മാന്യത കീപ്പ് ചെയ്യും വേണമല്ലോ. അപ്പൊ സപ്ലൈയുടെ പതുക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേ പഴയ ചോറാണോ സംശയം ഉണ്ട്. അങ്ങനെയല്ല പറഞ്ഞു. അപ്പൊ സപ്ലൈർ പറയാ, ഇത് സംശയമുള്ളൂ, എനിക്ക് ഉറപ്പന്നെയുണ്ട്. ഇനിയിപ്പോ എങ്ങോട്ടാ പോണ്ട്, നമ്മളത് അങ്ങനെ അങ്ങ് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇയാള് കീപ്പ് ചെയ്ത് പറഞ്ഞതാ സംശയമുണ്ട് മോനെ. അപ്പൊ നിങ്ങൾക്ക് സംശയമുള്ളൂ, എനിക്ക് ഉറപ്പന്നെ. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സീനിയർ നേതാവ് തുറന്നടിച്ച് പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി പുത്തൻ പ്രസ്ഥാനം തന്നെ. ഇനി മുണ്ടുമൊഴിയില് ജമാഅത്തെ ഇസ്ലാമിയുടെ കാർക്കുന്നൽക്ക മെമ്പർ ആവണ്ട, മുത്തഫിക്കീങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ വകുപ്പുണ്ട്. അതൊന്നും ഇവിടെ പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അവരോട് അനുഭാവം പുലർത്തുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഉദയത്തിന്റെ മാംസം വാങ്ങുന്ന, വിസ കിട്ടിയ ഗൾഫിലേക്ക് പോകുന്ന, മാധ്യമപത്രം കുടുങ്ങിയിട്ട് വരുത്തുന്ന, അതേപോലെ തന്നെ ഫിത്റക്കാത്തിന്റെ അരിക്കിറ്റ് സ്വീകരിക്കുന്ന, സമാധാനത്തിലെങ്കിലും ഇവിടെ ഖുർആൻ ക്ലാസ്സിൽ പോയിരിക്കുന്ന അങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, പുത്തൻ പ്രസ്ഥാനമാണ് എന്ന് അവർ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നാളെ ആഖിറത്തിലെത്തുമ്പോൾ പടച്ച തമ്പുരാൻ നിങ്ങളെ കയ്യോടെ പിടികൂടിയിട്ട് മോനെ എന്തിന് ജമാഅത്ത് ഇസ്ലാമിയിൽ ചേർന്നു ചോദിക്കുമ്പോൾ ഞാൻ അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ പറയും, നോ അത് പറയാൻ പറ്റൂല. എന്തേ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പുത്തൻ പ്രസ്ഥാനമാണ് എന്ന്. അനബരീഉം മിമ്മ എന്ന് പറയൂലേ? ഒന്ന് ആലോചിച്ചു നോക്കി. ഇത് ഭൗതിക കാര്യമല്ലല്ലോ, അള്ളാഹുവിന്റെ ദീനല്ലേ, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങളല്ലേ ഇത്. എന്ത് നമ്മൾ മൂലയിൽ കിടക്കുന്ന കോടാലി എടുത്ത് കാലിലേക്ക് ഇടണം? അത് അവിടെ കിടക്കുന്നിടത്ത് കടന്നോട്ട്. നമ്മൾ ആ പഴയകാല വിശുദ്ധ ഇസ്ലാം പിഴവുണ്ടെങ്കിലല്ലേ. ഇരിക്കട്ടെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതായിരുന്നാലും ആ നിലക്കൊരു പുത്തൻ പ്രസ്ഥാനമാകുമ്പോൾ, അതൊരു വ്യക്തി ഉണ്ടാക്കിയതാകുമ്പോൾ, വലൂക്കാനമിൻ അഞ്ച് വൈരില്ലാഹി ലവജദൂ ഫീ ഇഖ്തിലാഫൻ കസീറാ, അല്ലാഹു തആല വിട്ടുകൊടുത്ത മതമല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉറപ്പാ, അത് ഉറപ്പായിട്ടും ഉണ്ടാകും. ആ വ്യത്യാസം ഉള്ള ദുരവസ്ഥ അനുഭവിച്ച പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാ ഞാൻ പറഞ്ഞത്. അതിന്റെ ഏറ്റവും തെളിവെന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന തത്വം തന്നെ പൊളിഞ്ഞിട്ടുണ്ട് എന്നാണ്. അതേതാ? 1941 ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുമ്പോൾ അതിന്റെ രൂപീകരണ ലക്ഷ്യം ഹുക്കൂമത്തെ ഇലാഹിയായിരുന്നു. പിന്നെ അത് ഹുക്കൂമത്തെ ദേശായിയായിട്ട് മാറി. പിന്നെ അങ്ങനെ പോയിട്ട് ഇപ്പൊ ഹുക്കൂമത്തെ ജനാധിപത്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു ഇഖാമത്തുദ്ദീൻ വന്നിട്ടുണ്ട്.
അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്നാണ് മാറുന്നത്. അങ്ങനെ ജമാഅത്ത് ലക്ഷ്യം ഉണ്ടായിരുന്നു ഹുക്കുമത്തിലെ? അതൊക്കെ വെറുതെ നിങ്ങളെപ്പോഴത്തിൽ പറഞ്ഞു പറ്റിയതല്ലേ. ഇത് പ്രബോധനത്തിന്റെ 50-ാം വാർഷിക പതിപ്പ് 10 രൂപ എടുത്ത് ഞാൻ വാങ്ങിയതാണ്. ഇതിൽ പറയുന്നുണ്ട്, പിന്നെ കേട്ടോളൂ, 2 ജമാഅത്ത് ഇസ്ലാമി അവിഭക്ത ഇന്ത്യയിൽ സയ്യിദ് ഹാമിദ് ഹുസൈനാണ് ലേഖകൻ. ഇതിൽ 1933 മുതൽ 41 വരെയുള്ള കാലയളവിൽ സയ്യിദ് അബുല്ലാല മൗദൂദി ജമാഅത്ത് ഇസ്ലാമിയുടെ രൂപീകരണത്തിന് നാന്ദി കുറിച്ചപ്പോൾ എന്നിങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഭാഗത്ത് പറയുന്നു, പിന്നെ ആദ്യഘട്ടം 2 ജമാഅത്തിന്റെ ലക്ഷ്യമായ ഹുകൂമത്ത് ഇലാഹിയിലുള്ള അടിയുറച്ച വിശ്വാസത്തോടെ ഓരോ അംഗവും ജമാഅത്തിൽ നിലയുറപ്പിക്കുക. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം ഹുകൂമത്തെ ഇലാഹി. ഹുകൂമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണം, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ നിയമം. അപ്പൊ പിന്നെ ഇലക്ഷൻ നിൽക്കാൻ പറ്റുമോ? നിന്നാൽ ജയിക്കോ? ജയിച്ചാൽ ഉമർ ഖത്താബിന് ഭരണം ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞുതരാം, ഒക്കെ ഇൻഷാ അല്ലാഹ് പറയാം. ഏതായിരുന്നാലും ജമാഅത്ത് ഇസ്ലാമിയുടെ ബേസിക്കൽ തിയറി, അടിസ്ഥാന തത്വം ഹുകൂമത്ത് ഇലാഹിയാണ് എന്ന് ആരോപണമല്ല. നേരത്തെ ടി.കെ. പറഞ്ഞതുപോലെ തന്നെ അത് അടിസ്ഥാന തത്വമാണ്, ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതാണ്. ഇനി അത് വേണമെങ്കിൽ മൗലവിമാര് സമ്മതിക്കുന്നതാണ് ഹുകൂമത്തുൽ ഇലാഹിയ എന്ന വാക്കുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി അർത്ഥമാക്കുന്നത്. ഈ കാഴ്ചപ്പാടിലേക്കാണ് ഇതിൽ ഹുക്കുമോ ഇല്ല, അധികാരം അള്ളാഹുവിന് മാത്രം, പരമാധികാരി പടച്ചതമ്പുരാൻ മാത്രം എന്ന തത്വം 60 വർഷക്കാലമായി ഈ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമി പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തത്വത്തിനെതിരാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി എന്ന് വരുത്താനാണ് മുജാഹിദുകളുടെ ശ്രമമെങ്കിൽ വിനയുടെ ശ്രമം അറിയിച്ചുകൊള്ളട്ടെ. ആ തത്വത്തിന്റെ പ്രയോഗവൽക്കരണത്തിലേക്കുള്ള എളിയ പ്രവേശനമാകുന്നു പുതിയ രാഷ്ട്രീയ പാർട്ടി എന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. സോൾഡാറ്റുകൾ കൊണ്ടുപോകുന്നതിനാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ അധികാരം അള്ളാഹുവിന് മാത്രം. ഈ ഒരു തത്വമാണ് ഹുകൂമത്തെ ഇലാഹി എന്ന തത്വത്തിലൂടെ അവർ ശരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ കുറച്ച് പിന്നിട്ടപ്പോൾ അതേ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനമാണിത്. 1997 ജൂൺ 28 പ്രബോധനം. ഈ പ്രബോധനത്തിൽ പറയുന്നു, പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം എന്ന് ചോദ്യം, അതിന് മറുപടി ഇഖാമത്തുദ്ദീൻ അഥവാ ഇസ്ലാമിന്റെ സംസ്ഥാപനമാണ് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യമെന്ന് ഭരണഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. ഒറ്റ മലക്കം മറിച്ചിലാണ്. ഹുകൂമത്ത് ഇലാഹി എന്ന അടിസ്ഥാന തത്വം പറഞ്ഞ് തുടങ്ങിയ ഈ ജമാഅത്ത് ഇസ്ലാമി മറ്റ് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ആ ലക്ഷ്യം പോലും മാറ്റി ഇഖാമത്തുദ്ദീൻ എന്ന തത്വത്തിലേക്ക് അവർ മാറി. ഇനിപ്പിന്നെ അടിസ്ഥാനം തന്നെ മാറിയാൽ റാണി പോയാൽ പിന്നെ മറ്റ് ഇച്ഛകൾക്ക് വല്ല പതിവുണ്ടോ? അടിസ്ഥാനം തന്നെ മാറിയ ബാക്കി മാറുന്നത് ഉറപ്പല്ലേ? അങ്ങനെ എത്ര മാറിയ നിങ്ങൾ മാറിയതിന്റെ 2-3 സാമ്പിളും കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ലക്ഷ്യ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഉദാഹരണത്തിന് പറയാണ്, ഇപ്പോ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവായ അബുല്ലാല മൗദൂദി അടക്കം ആ മൗദൂദിയെ കുറിച്ച് വ്യക്തമായിട്ട് അവർ തന്നെ എഴുതി വെക്കുന്നത് അദ്ദേഹം ശരിക്കും ഒരു ഹനഫി മദ്ഹബിന്റെ ആളായിരുന്നു. വായിക്കും. നമ്മുടെ ആരിഫ് അലി പ്രസംഗിക്കുന്നത് ഞങ്ങൾ അഖിലേന്ത്യാ നേതാവ് പോലും ഹനഫി മദ്ഹബിന്റെ ചട്ടക്കൂട്ടിൽ ഫ്രെയിമിന്റെ ഉള്ളിൽ നിന്നിട്ട് ചിന്തിക്കുന്ന ആളാണ് എന്നാണ്. അതേസമയത്ത് ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമോ ഒരിക്കലും ഒരു മദ്ഹബിന് തഖ്ലീദ് ചെയ്യാൻ പാടില്ല. വൈരുദ്ധ്യാധിഷ്ഠിത വാദമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മുഴുവൻ വാദം. അതിന്റെ 2-3 സാമ്പിൾ മാത്രം പെട്ടെന്ന് നിങ്ങൾക്കൊന്നത് കാണാം. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സയ്യിദ് ജലാലുദ്ദീൻ അൻസർ ഉമരി സാഹിബ്, അദ്ദേഹം സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളാണ്, ഒരു മുജ്തഹിദാണ്. പക്ഷേ അദ്ദേഹം ഹനഫി മദ്ഹബിന്റെ ആ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ചിന്തിക്കുന്നതും കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതും. അത് അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായ നിലപാടുകളാണ്, അഭിപ്രായങ്ങളാണ്. കേരളത്തിലുള്ള പല ജമാഅത്തെ ഇസ്ലാമിക്കാരും ഏതെങ്കിലും ഒരു പ്രത്യേകമായ മദ്ഹബ് അംഗീകരിക്കണം എന്ന് നിർബന്ധമുള്ളവരല്ല. ഒരു മദ്ഹബും അംഗീകരിച്ചില്ലെങ്കിലും ശരിയായ മുസ്ലിമായി മരിച്ചു പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ്.
ഈ ആളുകൾക്കും ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിക്കാം. നിങ്ങൾ അപ്പൊ ഇപ്പോഴത്തെ ഇവർ അഖിലേന്ത്യാ അമീർ അടക്കം ഒരു മദ്ഹബിന്റെ ഫ്രെയിമിന്റെ ഉള്ളിലാണുള്ളത്. ഇത് അദ്ദേഹം പ്രസംഗത്തിലൂടെ പറയുക. പ്രബോധനത്തിൽ തുറന്ന ഭാഷയിൽ തന്നെ എഴുതി മദ്ഹബുകൾ സ്വീകരിക്കാം, മദ്ഹബ് ഇമാമിയങ്ങൾ തഖ്ലീദും ചെയ്യാം. ഈ തഖ്ലീദാണ് ഇപ്പൊ അന്ധമായ അനുകരണം എന്ന് പറയുന്നത്. പക്ഷേ അവരെ തെറ്റുപറ്റാത്ത മാസൂമുകളായി കാണരുത്. എന്നിട്ട് പറയുന്നു മൗദൂദി തന്റെ ഇജ്തിഹാദിലൂടെ ശരിയെന്ന് തോന്നിയ ചില കാര്യങ്ങൾ ഒഴിച്ച് മറ്റെല്ലാറ്റിലും ഹനഫി മദ്ഹബ് പിൻപറ്റിയ ആളായിരുന്നു. അതുകൊണ്ട് തറാവീഹ് നിസ്കാരം 20 റക്അത്ത് നിർവഹിച്ചു. അവൻ നേതാവാകുന്ന മൗദൂദി തഖ്ലീദ് ചെയ്യുന്നു. അയാൾ തറാവി 20 നിസ്കരിക്കുന്നു. അയാളുടെ റൂട്ടിലൂടെ പോകുന്ന അനുയായികളോ തറാവി 8 നിസ്കരിക്കുന്നു. ആലോചിച്ച് നോക്ക് നിങ്ങൾ, സങ്കടകരമായ അവസ്ഥയല്ലേ? അപ്പൊ നേതാവ് പോകുന്ന സ്വർഗത്തേക്ക് എങ്ങനെ കൂട്ടി അനുയായികൾ എത്തോ? അല്ല, ഞാൻ ചോദിച്ചു പോവാണ്. നേതാവ് 20 നിസ്കരിച്ചിട്ട് പോയ സ്വർഗം 8 3 +1 നിസ്കരിച്ചവർക്ക് എങ്ങനെ കിട്ടുമോ? അപ്പൊ ഇപ്പൊ അയാൾ പ്രസംഗിച്ചതും ഞാൻ ഈ വായിച്ച 2 ഉദ്ധരണികളിലും മദ്ഹബ് സ്വീകരിക്കണം അല്ലെങ്കിൽ സ്വീകരിക്കാം, തഖ്ലീദ് ചെയ്യാം, ഇതൊരു അടിസ്ഥാന വിഷയമാണ്. അത് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നതെങ്കിൽ പ്രബോധനത്തിന്റെ 1986 ഒക്ടോബർ ലക്കത്തിലെ പ്രബോധനം. ഈ പ്രബോധനത്തിൽ പറയുന്നു, കേട്ടോളൂ നിങ്ങൾ, മുക്കല്ലിദുകൾക്കതിന് സാധിക്കുകയില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. നവനവങ്ങളായ 100 പ്രശ്നങ്ങളും തികച്ചും ആധുനികങ്ങളായ ഇടപാടുകളും ന്യായങ്ങളും യുക്തവുമായി വ്യാഖ്യാനിക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും കേൾപ്പുറ്റതിയിലാണ് ഇസ്ലാം എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുന്നു, മൂന്നാമതായി ആ വാദം മടിയും മരവിപ്പും ക്ഷണിച്ചു വരുത്തുന്നു. തൽഫലമായി പണ്ഡിതന്മാർ ദീനി വിജ്ഞാന രംഗത്ത് നിഷ്ക്രിയരാകുന്നു. പ്രശ്നപരിഹാരങ്ങൾക്കായി അനിസ്ലാമികമായ നിയമങ്ങളെയും വിധികളെയും ഇറക്കുമതി ചെയ്യുന്ന ദുരവസ്ഥ സംജാതമാകുന്നു. ഞങ്ങൾക്ക് പൂർവീകരുടെ കിതാബുകൾ തന്നെ ധാരാളമെന്ന് വാദിക്കുന്ന അനുകർത്താക്കൾ ഖുർആനും ഹദീസും ഒക്കെ വായിക്കുന്നത് വെറും പുണ്യകർമ്മമെന്ന നിലക്കാൾ അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം തീർപ്പ് കൽപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ തനി കാഫിറായ നിയമവ്യവസ്ഥിതയാണ്. മദ്ഹബിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്ന് ചിന്തിച്ചു പ്രശ്നപരിഹാരം കാണുന്ന സുന്നികളെ ഉദ്ദേശിച്ച് പറയുന്നത് തനിച്ച കാഫിറായ വ്യവസ്ഥയാണ് അംഗീകരിക്കുന്നത്. ഈ ഭാഷപ്രകാരം മിസ്റ്റർ ആരിഫ് സാഹിബിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ അഖിലേന്ത്യാ അമീർ മുസ്ലിമാണോ അല്ലെങ്കിൽ കാഫാണോ? മൗദൂദി സാഹിബ് മുസ്ലിമാണോ അല്ലെങ്കിൽ കാഫാണോ? വൈരുദ്ധ്യാധിഷ്ഠിതവാദം, ഇതാണ് ജമാഅത്ത് ഇസ്ലാമി. പക്ഷേ കുടുങ്ങണ സമയത്ത് പറയും അതിപ്പം മഹാന്മാരെ അംഗീകരിക്കല്ലാതെ യാതൊരു മാർഗവുമില്ല. അത് ഡോക്ടർമാരുണ്ടല്ലോ, പരമാവധി കെട്ടിമറിയും. എന്നിട്ട് അവസാനം പിടുത്തം വിട്ട പറയും ദൈവത്തോട് പറഞ്ഞോളൂ. അങ്ങുണ്ടല്ലോ, അതായത് അതുവരെ ചിലപ്പോൾ നമ്മൾ ഈ ഡോക്ടർ ചികിത്സിക്കുന്ന സമയത്ത് മന്ത്രിച്ചൊരു വെള്ളം കൊണ്ടുപോയി കൊടുത്താൽ ഒത്തേക്ക് നോക്കും, അവൻ എങ്ങോട്ട് കൊണ്ടുവരേണ്ടെന്നുള്ള അർത്ഥത്തിൽ. എല്ലാം കഴിഞ്ഞ് പിടുത്തം കൊത്തമ്പാലിക്കാന്ന് കാണും. എല്ലാ ഡോക്ടർമാരും ഇല്ലേ, നല്ല ഈ പരിസരത്തു നിന്നുള്ള ഡോക്ടർമാരെ പറ്റിയല്ലേ ഞാൻ പറഞ്ഞത്. ചില ഡോക്ടർമാർ അങ്ങനെയാണ്, ഞാൻ പോകാത്ത ചില ഡോക്ടർമാർ. അപ്പൊ ആ ഡോക്ടർമാർ ഉല്ലാസി പറയും, ഇനി നിങ്ങൾ പറയാനുള്ളവരോട് പറഞ്ഞോളൂ, ചെയ്യാനുള്ളതൊക്കെ ചെയ്തോളൂ. കണ്ടില്ലേ നിങ്ങൾ? ഇതുപോലെ പിടുത്തം വിട്ട സമയത്ത് ലാസ്റ്റ് പറയും എന്താണെന്നറിയോ? എന്തായിരുന്നാലും കേട്ടോളൂ, ഈ 2 വാദങ്ങളും തെറ്റാണ്. ഖുർആനിന്റെയും സുന്നത്തിനെയും ആധാരമാക്കി മുജ്തഹിദ് രൂപപ്പെടുത്തുന്ന അഭിപ്രായമാണ് മദ്ഹബ്. സാധാരണക്കാരന് തനിക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും പണ്ഡിതനെ തഖ്ലീദ് ചെയ്യുകയേ നിർവാഹമുള്ളൂ. എങ്ങനെ? സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം തനിക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതന് തഖ്ലീദ് ചെയ്യലേ നിർവാഹമുള്ളൂ. അതല്ലേ സുഹൃത്തുക്കളെ ഞങ്ങൾ ശാഫിമാൻ തഖ്ലീദ് ചെയ്ത്? അതല്ലേ ഹനഫിമാൻ തഖ്ലീദ് ചെയ്യുന്നത്? അതല്ലേ മാലിക് മദ്ഹബ് അംഗീകരിക്കുന്നത്? ഞാൻ പറയുന്നത് ഇവന്മാരെന്താണ് കർത്താവെ പറയുന്നത്, ഇവന്മാർക്ക് തന്നെ അറിഞ്ഞുകൂടല്ലോ എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ ഇവർ ഈ വൈരുദ്ധ്യങ്ങൾ എങ്ങനെ പറഞ്ഞ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഏത് സമയത്ത് എന്താണ് പറയുന്നത് യാതൊരു പിടുത്തമില്ല. ലാസ്റ്റ് ഒരു ഉദ്ധരണിയും കൂടെ ഞാൻ വായിക്കാൻ കേട്ടോളൂ. ഒരു ചോദ്യം ചോദിച്ചതാണ്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ സക്കാത്ത് എങ്ങനെയാണ്? എങ്ങനെ കൂട്ടിയിട്ടും ഖുർആൻ 30 ജുസും മറിച്ചും തിരിച്ചും നിറഞ്ഞു കാണില്ല, മസല കാണില്ല. അപ്പൊ ടെസ്റ്റ് വിഷുവിനെ പറ്റിയൊരു ചോദ്യം വന്നു, അൽബക്കർ എടുത്തിട്ട് മറുപടി പറയാൻ വരെ കൊണ്ട് കഴിയും, ഉദാഹരണം പറയാ. അപ്പൊ അങ്ങനെ ഒന്നും കാണാതെ വന്നപ്പോ ലാസ്റ്റ് ഘട്ടത്തിൽ ഇവര് വിട്ട ചോദ്യം കേട്ടോളൂ നിങ്ങൾ. ഉത്തരം: കാർഷികോൽപ്പന്നങ്ങളുടെ സക്കാത്തിൽ
കൃഷിച്ചെലവുകൾക്ക് സ്വാധീനമുണ്ടോ എന്നതാണ് ഈ ചോദ്യത്തിലെ കാതലായ പ്രശ്നം. മറുപടി പറയാൻ കഴിയണ്ടേ? കാരണം ഖുർആൻ സുന്നത്ത് മുമ്പിൽ വെച്ച് അതിന് ചലട്ടുര ആരിഫിന് പറയുന്നുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ജമാഅത്ത് ഇസ്ലാമിയിൽ ഉണ്ടാകും. എന്തുകൊണ്ട്? ഞങ്ങൾ എല്ലാവരും ഖുർആൻ വായിക്കുന്ന ആളുകളാണ്. ഖുർആൻ വായിക്കുന്ന ആളുകളാകുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും അതേപോലെ തന്നെ അഭിപ്രായ വൈചാര്യങ്ങളുമൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. എന്തുകൊണ്ട്? ഗവേഷണം നടത്തുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ജമാഅത്ത് ഗവേഷകരാണ്. അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയിൽ അഭിപ്രായ ഭേദങ്ങളുണ്ട്. കാരണം ബുദ്ധിയുള്ളവരും ചിന്തയുള്ളവരുമാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അവർ ഖുർആൻ മുത്താലഅ ചെയ്യുന്നുണ്ട്, ഹദീസുകൾ പഠിക്കുന്നുണ്ട്, ലോകത്തെ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഖുർആനും ഹദീസും പഠിക്കാൻ ശ്രമിക്കുകയും കാലത്തെ വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകാവുന്നതാണ്. പക്ഷെ ഈ ഭിന്നങ്ങളായ അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കുവാനും സ്വാംശീകരിക്കുവാനും എന്നിട്ട് ഏകമുഖമായ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് സ്വന്തം അണികളിൽ ആ അഭിപ്രായങ്ങൾ എത്തിക്കുവാനുമുള്ള ചടുലമായ സംവിധാനം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. അതെ, ആ ചടുലമായ സംവിധാനമാണ് ഇപ്പൊ പൊളിഞ്ഞത്. അവിടെ വിഷയം, അവിടെ നമ്മൾ മർമ്മം കിടക്കുന്നത്. നിങ്ങൾ നോക്കി, ഇതുവരെ പറഞ്ഞതൊക്കെ മാറ്റി സ്വാഭാവികമായും ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകളൊക്കെ ഖുർആൻ മുത്താലഅ ചെയ്യുന്നുണ്ട്, ഹദീസിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ടെല്ലാവരും ബുദ്ധിയുള്ളവരാണ്. ഒരു നാടൻ ജമാഅത്ത് ഇസ്ലാമി കാക്കാന്റെ കയ്യില് നിങ്ങൾ 30 ഖുർആനെ കൊടുത്തിട്ട് ഒരു 5 വക്കത്ത് നിസ്കാരങ്ങൾ അതിൽ കണ്ടുപിടിച്ചു വെച്ചാൽ ആ കാക്കാക്ക് അറിയോ? മാനെ മൈദപ്പൊടിയും ഉപ്പ് തന്ന പൊറാട്ട ആണെങ്കിൽ ഉണ്ടാക്കി തരാന്ന് പറയാന്നുള്ളതല്ലാതെ നിസ്കാരം കണ്ടുപിടിക്കാൻ കഴിയോ? എന്നിട്ടല്ലേ ബാക്കി മസലകൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. ഇത് ഞാൻ എന്റെ വക പറയുന്നതല്ല. പ്രബോധനം എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ആധികാരിക മുഖപത്രം. ഈ മുഖപത്രത്തിലേക്ക് കാർഷികോൽപ്പന്നങ്ങളെ സക്കാത്തിന് വിഷയമാണ്. കാരണം ഭരണഘടനയിൽ പോലും അമീർ ചെലവഴിച്ചും കാര്യം കൈകാര്യം ചെയ്യുന്നു പറഞ്ഞ് എഴുതിയ വകുപ്പ സക്കാത്ത്. ആ സക്കാത്തിനെ പറ്റി ചോദിച്ചപ്പോ കൊടുത്ത മറുപടി കേട്ടോളൂ. കാർഷികോൽപ്പന്നങ്ങളുടെ സക്കാത്തിൽ കൃഷിച്ചെലവുകൾക്ക് സ്വാധീനമുണ്ടോ എന്നതാണ് ഈ ചോദ്യത്തിലെ കാതലായ പ്രശ്നം. ഇതു സംബന്ധിച്ച് ഖുർആനിലോ സുന്നത്തിലോ ഗണ്യമായ വിധികളൊന്നും ഇല്ല. എങ്ങനെ? ഖുർആൻ മുത്താലഅ ചെയ്യാറുണ്ട്, ഹദീസ് പഠനം നടത്താറുണ്ട്. പക്ഷേ ഖുർആനിലും ഹദീസിലും ഇതിനെപ്പറ്റി ഗണ്യമായ തീരുമാനം ഇല്ല. കേട്ടോളൂ, പ്രമാണങ്ങളിലെ സൂചനകളെയും മുൻഗാമികളായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെയും, എന്തൊക്കെ? ഒന്ന്, ഹദീസിലെയും മറ്റും സൂചനകൾ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെയും ആധാരമാക്കി ഒരു വീക്ഷണം കണ്ടെത്തുകയേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. ഇപ്പൊ കുടിച്ചതാണ് കഞ്ഞി, നോക്കിക്കോളൂ നിങ്ങൾ. ഏത്? ഇങ്ങനെ ചെയ്യലല്ലാതെ യാതൊരു മാർഗവും ഇല്ല. ഇത് തുറന്ന ഭാഷയിൽ പ്രബോധനം എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖപ്രസംഗത്തിൽ മുഖപത്രത്തിൽ തന്നെ സമ്മതിക്കുന്നു. പക്ഷെ കേൾക്ക് നായാട്ടും കൂട്ടാൻ മത്തൻ ദലീന്നൊരു ചൊല്ലുണ്ട്. പറഞ്ഞ ഖുർആൻ മുത്താലഅ ചെയ്യുന്ന ആളുകളാണ്, ഞങ്ങൾ ഗവേഷണം നടത്തുന്ന ആളുകളാണ് എന്നൊക്കെ പറയും. പക്ഷേ സംഭവത്തിലാണെങ്കിലോ പ്രവർത്തിക്കുന്നത് നേരെ മറ്റൊന്നും. അവിടെയാണല്ലോ കാര്യം. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം നോക്കിക്കോ നിങ്ങൾ. ഇവരിങ്ങനെ പ്രവർത്തിച്ച് അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ കണ്ടെത്തി. ആ കൂട്ടത്തിൽ പറഞ്ഞു, അമുസ്ലിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. സക്കാത്തിനെ സംബന്ധിച്ച് പ്രബോധനത്തിൽ ചർച്ച, നീണ്ട ചർച്ചയാണ്. ആ ചർച്ചയിൽ പറഞ്ഞു, സക്കാത്ത് എന്നത് അതൊരു ആരാധനയാണ്. ആരാധനയാകുമ്പോൾ അതിന് ഇസ്ലാം നിർദ്ദേശിച്ച രൂപം തന്നെ കാണണം. അതിൽ ഇസ്ലാം ഒളു ചെയ്യാൻ ഷർത്താക്കിയത് നിസ്കാരത്തിനാണ്. ഹജ്ജിന്റെ മുമ്പ് ഇഹ്റാം കെട്ടലുണ്ട്. ഉദാഹരണം, അങ്ങനെ ഓരോ അമലിനും ഓരോ ഷർത്താണ്. കഅബത്തുകൾ തന്നെ ചെന്ന് ചുറ്റിയെങ്കിലേ തവാഫായി പരിഗണിക്കൂ. ജമാഅത്ത് ഇസ്ലാമിയുടെ സുന്ദരിലെ പള്ളി ചുറ്റിയൽ ഭ്രാന്തായി പരിഗണിക്കും. അത് രണ്ടും ചുറ്റുന്ന ആരാധനാലയമല്ലേ, രണ്ടും പള്ളിയല്ലേ, ഓക്കെ. പക്ഷേ കഅബ ചുറ്റിയെങ്കിലേ തവാഫാകൂ, അത് ഹജ്ജായി പരിഗണിക്കൂ. ഇതുപോലെ സക്കാത്തായി വീടണമെങ്കിൽ സ്വാഭാവികമായും ആ സക്കാത്തിന്റെ അവകാശികൾക്ക് കൊടുക്കണം. സക്കാത്തിന്റെ അവകാശികളിൽ ഒരിക്കലും അമുസ്ലിങ്ങൾ പെടില്ല.
ഇത് സുന്നികൾ മാത്രം പറയുന്നതല്ല. എന്റെ കയ്യിലുള്ള പ്രബോധനം ഇത് 1971 പ്രബോധനമാണ്. ഈ പ്രബോധനത്തിൽ ഒരു ചോദ്യം, ആ ചോദ്യത്തിന്റെ മറുപടിയിൽ സക്കാത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതൊരു വർഗീയ ചൊവ്വയായിട്ട് വരൂലേ എന്നാണ് ചോദ്യത്തിന്റെ അകത്തുക. അപ്പൊ അതിന്റെ മറുപടി പറയുന്നത്, ഈ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു ആരാധനയാണ്. സക്കാത്ത് ഒഴികെയുള്ള സ്വതക്കകളൊക്കെ മുസ്ലിങ്ങൾക്കും കൊടുക്കാം. അപ്പൊ സക്കാത്ത് ഫണ്ടെന്ന് വീട് മുസ്ലിങ്ങൾക്ക് വേണ്ട, സക്കാത്ത് ഫണ്ടിൽ നിന്ന് സഹായം അത് വേണ്ട, അത് വേറെ കൊടുക്കാം. നമ്മൾ ഉദയത്തിന്റെ മസലപ്പ കഴിഞ്ഞ വെള്ളിയാഴ്ച എല്ലാ പള്ളിയിലും ഉസ്താദുമാര് പറഞ്ഞിട്ടുണ്ടോ, എന്തേ ഉദയത്ത് ഒരാൾ അറുക്കുമ്പോൾ ആ ഉദയത്തിന്റെ മാംസം മുസ്ലിങ്ങൾക്ക് കൊടുക്കരുത്. അതേസമയത്ത് അവര് നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് വരും, വിളിക്കണം, പെരുന്നാള് സന്തോഷം പങ്കുവെക്കണം, അതിന് പുറത്തുനിന്ന് 2 കിലോ ഇറച്ചി വാങ്ങിയിട്ട് അവർക്ക് വേവിച്ചു കൊടുക്കുക. അത് മതത്തിന്റെ ആരാധനയാണ്. ഏതുപോലെ ശബരിമലയിൽ പോകാൻ നോമ്പെടുക്കുന്ന ഒരു അയ്യപ്പ ഭക്തൻ അതുവരെ നമ്മുടെ സഹകാരിയാണ്, വീട്ടിലെപ്പോഴും കിടന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. പക്ഷെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി കറുപ്പെടുത്താൽ നമ്മുടെ വീട്ടിൽ നിന്ന് പിന്നെ ഭക്ഷണം കഴിക്കൂല. അത് വർഗീയതയല്ല, അതുകൊണ്ട് നോമ്പിന്റെ ഷർത്താണ്. ഉണ്ടല്ലേ, നിങ്ങൾ എത്ര അടുത്ത ബന്ധമാണെങ്കിലും മുസ്ലിങ്ങളുടെ മകളെ കിട്ടാൻ പറ്റൂല. എന്തേ, അത് നമ്മുടെ നിക്കാഹിന്റെ ഷർത്താണ്. അതൊക്കെ ഇസ്ലാമിൽ ഓരോന്നിനും നിയമങ്ങളുണ്ട്. മുസ്ലിങ്ങൾ നമുക്ക് വൈ നിസ്കരിക്കാൻ പറ്റുമോ, നമ്മളങ്ങോട്ട് നിസ്കരിക്കാൻ പറ്റുമോ, അവരർത്ഥം കഴിക്കാൻ പറ്റുമോ? ഇതുപോലെ സക്കാത്ത് ആരാധനയാണ്. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി അന്ന് പറയുന്നു, സക്കാത്ത് ഒഴികെയുള്ള ദാനധർമ്മങ്ങൾ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഒരുപോലെ കൊടുക്കാവുന്നതാണ്. മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവികൾക്കും ദാനധർമ്മങ്ങൾ നൽകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഫീ കുല്ലി കബദുൻ റത്ബത്തിൻ സദഖ, എല്ലാ പച്ചക്കറിയുള്ള വസ്തുവിലും സദഖയുണ്ട് എന്നിങ്ങനെ വിശദീകരിച്ച ശേഷം ലാസ്റ്റ് ഭാഗത്ത് പറയുന്നു, എന്നാൽ സക്കാത്തിന്റെ നില ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ആവശ്യവും കഴിവും സ്ഥലകാല പ്രത്യേകതകളും എല്ലാമായും അതിൽ പരിഗണിച്ചിട്ടുണ്ട്. മറിച്ച് ഒരു നിശ്ചിത അളവ് സമ്പത്തുള്ളവർ നിശ്ചിത കാലത്ത് നിശ്ചിത ശതമാനം വ്യയം ചെയ്ത് പരിശുദ്ധിയും ആത്മീയ വളർച്ചയും സമ്പാദിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട സാമ്പത്തികമായ പ്രത്യേക ആരാധനയാണ് സക്കാത്ത്. അത് വിനിയോഗിക്കേണ്ട മാർഗങ്ങളും നിർണീതമാണ്. എന്നിട്ട് പറയുന്നു, അതുകൊണ്ട് മുസ്ലിങ്ങൾ അതിൽ നിന്ന് ഒഴിവാണ്. 1971 സക്കാത്ത് അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല, കൊടുത്താൽ സക്കാത്ത് വീടില്ല എന്ന തീരുമാനം കട്ടൻട്രയായി പറഞ്ഞു പ്രബോധനത്തിൽ. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇങ്ങോട്ട് സൗഹാർദ്ദം കൂടി നോക്കുമ്പോ ഫിത്ർ സക്കാത്തും കൊടുക്കാം, ഉളിയത്തും കൊടുക്കാം, സക്കാത്തിന്റെ ഫണ്ടിന് വീടും കൊടുക്കാം. നിങ്ങൾ നോക്കാം, അല്പം നീങ്ങി കഴിഞ്ഞപ്പോൾ മാതൃഭൂമിയിൽ ഒരു വാർത്ത 71 ഞാൻ നേരത്തെ വായിച്ചത്. 1983 ഓഗസ്റ്റ് 3 ബുധൻ, ആ ബുധനാഴ്ചയിലെ മാതൃഭൂമിയിലൊരു വാർത്ത, ശാന്തപുരം മഹല്ല് മാതൃക കാട്ടി. മാതൃക പ്രാവശ്യം കാട്ടിയിട്ടുണ്ട്, ഇലക്ഷനിൽ തിരിച്ചായിപ്പോയി എന്നുള്ളത് മാത്രം. ഏതായിരുന്നാലും ഇവിടെ മാതൃക കാട്ടി. ആ മാതൃക എന്താണ്? സക്കാത്ത് ഫണ്ടിൽ നിന്നു തന്നെ അവശരായ കർഷകർക്ക് വിത്തും വളവും വിതരണം ചെയ്യാൻ പരിപാടിയിട്ടതായി ഭാരവാഹികൾ അറിയിച്ചു. മുഹമ്മദ് കുട്ടിക്കും മഹല്ലിലെ ഹരിജനായ കുപ്പായനും, കുപ്പായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന കുപ്പായല്ല, ഹരിജനായ സുഹൃത്തിന്റെ പേരാണ് കുപ്പായം. ഈ കുപ്പായനും സക്കാത്ത് ഫണ്ടിൽ നിന്ന് തെങ്ങും തൈകൾ കൊടുത്തു. നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നപ്പോഴും ഒരു പത്രക്കട്ടിങ് എനിക്ക് കിട്ടി. എന്ത്? ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വം ഇത് 2004 ഒക്ടോബർ 4 തിങ്കളാഴ്ചയിലെ മാധ്യമം പത്രം. ഈ പത്രത്തിലൊരു ഫോട്ടോ. എന്താണ്? ജമാഅത്ത് ഇസ്ലാമി സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സക്കാത്ത് ക്യാമ്പയിന്റെ ഉദ്ഘാടനം ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് മുൻ അമീർ മൗലാന സിറാജുൽ ഹസൻ നിർവഹിക്കുന്നു. കേരള അമീർ പ്രൊഫസർ കെ സിദ്ദീഖ് ഹസൻ, എം ബാബമൂപ്പൻ, ടി ആരിഫ് അലി, CT സാദിഖ് മൗലവി, CM മൗലവി എന്നിവർ സമീപം. എന്നിട്ട് പറയുന്നു, സക്കാത്ത് ക്യാമ്പയിന് തുടക്കമായി കൊച്ചി. സക്കാത്തിന്റെ സന്ദേശം മുസ്ലിം സമുദായം പൂർണ്ണമായി ഉൾക്കൊള്ളണമെന്ന്, അതിന്റെ നിർവഹണത്തിലെ വ്യത്യാസങ്ങൾക്ക് ഇടയാക്കുന്നതെന്നും സമ്പത്തിന്റെ അസന്തുലിതാവസ്ഥ മൂലമുള്ള ഉച്ചനീചത്വം ഇല്ലാതാക്കാൻ സക്കാത്ത് വിധാനം വേണ്ടവിധം പാലിക്കപ്പെടണമെന്നും ജമാഅത്ത് ഇസ്ലാമി മുൻ അമീർ അഖിലേന്ത്യാ അമീർ മൗലാന സിറാജുൽ പ്രഖ്യാപിച്ചു. എന്നിട്ട് അവസാനം പറയുന്നു, അമുസ്ലിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് സക്കാത്ത് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
ഞാൻ ഒരു വികാരത്തോടു കൂടിയല്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയല്ല, ആധികാരികമായി ഒരു എന്താ പറയാ, ഒരു പഠനം നടത്തുന്ന വിദ്യാർത്ഥി എന്ന നിലക്കോ സത്യത്തോടുള്ള ഒരു താല്പര്യം എന്ന രീതിയിലോ ഞാൻ പറയട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേറ്റ് അമീറിന്റെ നാടി എന്ന രീതിയിൽ വിനയത്തോടുകൂടെ ഒരു ചോദ്യമല്ല, ഒരു റിക്വസ്റ്റ് എന്ന രീതിയിൽ ഞാൻ പറയുന്നു. ഇത് 2004 ഒക്ടോബറിലെ ജമാഅത്തെ ഇസ്ലാമിന്റെ തീരുമാനമാണെങ്കിൽ വായിച്ച പ്രബോധനം, ഈ പ്രബോധനത്തിലുള്ളത് 1971 തീരുമാനമാണ്. ഞാൻ ചോദിക്കുന്നു, ഇതാണോ തീരുമാനം? ഇത് നിസ്സാര പ്രശ്നമല്ല, ഒരു ശാഖാപരമായ പ്രശ്നമല്ല. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത്. ആ സക്കാത്ത് വിലങ്ങപ്പെടുക, അത് ഖിയാമത്ത് അടയാളത്തിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അവസാന കാലഘട്ടം വരുമ്പോൾ സക്കാത്ത് കടമായി അവശേഷിക്കും. സക്കാത്ത് കിട്ടേണ്ട അവകാശികൾക്ക് കിട്ടാതെ അത് കടമായി ബാക്കിയായി കിടക്കുന്ന കാലം ഖിയാമത്താളാകുമ്പോഴേക്ക് വരുമെന്നും അതിന്റെ പരിണിതി എന്നോണം ഇവിടെ കോലം മറിക്കലും ഭൂമി കുലുക്കവും മഴ തടയപ്പെടലും സുനാമിയും വെള്ളപ്പൊക്കവും കത്രീനയും ഗോനുവും നർഗീസും ഒക്കെ വരുമെന്ന് അല്ലാഹുവിന്റെ നബി പ്രഖ്യാപിക്കുന്നു. പാവപ്പെട്ട പണക്കാരിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് അതെങ്ങനെയാ പണക്കാർ പാവപ്പെട്ടവരാകുന്നത്? മതപരമായ അറിവിൽ അവർ പാവപ്പെട്ടവരാ. ബാപ്പയില്ലാത്തവൻ മാത്രമല്ല അനാഥനായ യതീം, മതപരമായി വിവരമില്ലാത്തവനും യതീമാണ്. മതപരമായി വിവരമില്ലാത്ത പണക്കാരനിൽ നിന്ന് സക്കാത്ത് കൊണ്ടെന്ന പേരിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ കാശ് വാങ്ങിയിട്ട്, മുജാഹിദ് കാശ് വാങ്ങിയിട്ട് അവർ ഉദ്ദേശിക്കുന്ന പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ചേലമല്ലൂരില് ഇലക്ഷന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് അവിടെ ജയിച്ച വനിതാ മെമ്പറുടെ വിജയാഹ്ലാദത്തിന് വേണ്ടി 10,000 ചെലവിട്ട് നടത്തിയ പടക്കത്തിന്റെ പൊട്ടനടക്കം ഇൻഷാ അല്ലാഹ് ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇവിടെയുള്ള മുസ്ലിങ്ങളിൽ സക്കാത്ത് വാങ്ങിയിട്ട് ആ കാശ് പോലും ദുരുപയോഗപ്പെടുത്തപ്പെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ധാർമ്മിക ബോധമുള്ള അല്പമെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തയുള്ള സാധുക്കളായ ദീനിന്റെ ഖാദിമീങ്ങളായ ഞങ്ങൾക്ക് അതിവിടെയുള്ള ലോകത്തോട് തുറന്ന് പറയൽ ഞങ്ങളുടെ കടമയാണ്. ആ കടമ ഞങ്ങൾ നിർവഹിക്കുന്നു എന്ന് മാത്രം. കാരണം എന്താ, നിങ്ങൾ ചോദ്യം ജമാഅത്തോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഒരു പറയുന്ന മറുപടി പറയൽ ഞങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. ഞങ്ങൾ അങ്ങനെ മറുപടിക്കും സമ്പാദത്തിനൊന്നുമില്ല. എന്റെ എല്ലാത്ത ഞങ്ങൾ കൂടെ കഴിക്കൂല. അതാ വിഷയം. എനിക്ക് കോളേജിൽ നിന്ന് ഈ കോളേജിലാകുമ്പോൾ ഈ കുട്ടികളെങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. എവിടോ ഈ എന്താ രാവിലെ കഴിച്ചു വന്ന്, ഞങ്ങൾ ഇഡ്ഡലി കഴിച്ചു, ഈയോ ഞാൻ ഓട്ടട കഴിച്ചു, പൊറോട്ട കഴിച്ചു. അപ്പൊ ഒരുത്തം പറയും, ഞാനെടോ ഈ പഴഞ്ചോറ കഴിച്ചത്. പഴഞ്ചോറ് എന്നറിയാലോ, പഴയ ചോറ്, പുളുത്ത ചോറ് എന്നൊക്കെ പറഞ്ഞ ചില സ്ഥലത്ത് ഈ പഴഞ്ചോറ കഴിച്ചു. അപ്പൊ മറ്റൊരുത്തം പറയാം, എനിക്ക് വയസ്സെത്രയെന്ന് അറിയും, ഈ കാലത്തിനിടയിൽ ഒരു ഒറ്റ ദിവസം ഞാൻ പഴഞ്ചോറ് കഴിച്ചിട്ടില്ല. അപ്പൊ മറ്റം വിചാരിച്ചു വലിയ പണക്കാരനായതുകൊണ്ട് ഗമ പറയായിരിക്കും, എന്ത് ഈ ഇതുവരെ പഴഞ്ചോറ് കേൾക്കാത്തതെന്ന് ചോദിച്ചു. എനിക്ക് രാത്രി തന്നെ വയറിറക്കി തിന്നണ്ടല്ല, പിന്നല്ലേ പഴഞ്ചോറ്. ഇത് പഴഞ്ചോറുണ്ടാണെങ്കിൽ രാത്രി തിന്നിട്ട് ബാക്കി എടുത്ത് വെക്കണ്ടേ എന്നതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയും കാര്യങ്ങൾ. ഈ സംവാദത്തിന് ഞങ്ങളില്ല, മറുപടിക്ക് ഞങ്ങളില്ല. അതുപോലെ പൊതുപ്രസംഗം അന്തരീക്ഷ നിങ്ങൾക്ക് ഞങ്ങളില്ല. അത് മറുപടി ഞങ്ങൾക്ക് വേറെ ടീം നടത്തിക്കോട്ടെ. അതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ആ ഭാഗം ഒന്ന് കേൾക്കുക. ഇലക്ഷൻ 37 അതിൽ പറയുന്നുണ്ട്, എന്ത് ഞങ്ങൾ അങ്ങനെ മറുപടിക്കൊന്നും രംഗത്ത് വരൂല. ഇസ്ലാമി പലപ്പോഴും ഇതര മതസംഘടനകളുടെ വാദപ്രതിവാദ കോലാഹല സ്റ്റേജുകളിൽ വെച്ച് വിമർശിക്കപ്പെടാറും പരിഹസിക്കപ്പെടാറുമുണ്ടെങ്കിലും അത്തരം പരിഹാസങ്ങളെയും വിമർശനങ്ങളെയും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയും പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന പതിവ് ജമാഅത്തെ ഇസ്ലാമിക്കില്ല.
ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മറുപടി പറയുന്ന പരിപാടിയും തിരിച്ചു മറുപടി പറയുന്ന പരിപാടിയൊന്നുമില്ല. ഇത് ഇല്ലാന്ന് പറഞ്ഞ എന്താ പറയുക, ഇത് പറയണമെങ്കിൽ കുറച്ച് പണിയാ. സ്വതന്ത്ര ഇതേപോലെ തന്നെ അധ്വാനിച്ച് ഓരോന്ന് തൃപ്തിപ്പാക്കി വിഷയങ്ങളാക്കുമ്പോഴേക്കും അന്ന് അധ്വാനിക്കണം. ഒന്ന്. രണ്ട്, പറയാൻ മറുപടി ഉണ്ടാവണം. ഇത് മറുപടി ഇല്ലാതെ എന്തെങ്കിലും പറഞ്ഞു പോയാലാകൂലല്ലോ. പക്ഷെ അതൊക്കെ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞാലും അകത്തർച്ചിക്കങ്ങ് തട്ടുമെന്ന് കണ്ടാൽ, അതുമല്ലെങ്കിൽ കാലിന്റെ ചോട്ടുന്ന് മണ്ണ് പോകുമെന്ന് കണ്ടാൽ ജമാഅത്ത് ഇസ്ലാമി മറുപടി പറയും. കിട്ടുന്ന ചാൻസിന് മറുപടി പറയും. മറുപടി ആകുമോ എന്ന് വേറെ വിഷയം. ഇല്ലല്ല, ഞങ്ങൾ അങ്ങനെ നിങ്ങളെ പോലെ ഞാൻ പ്രത്യേക അടിവരയിട്ട് പറയാം. കാരണം സുന്നി മുജാഹിദും ഗണ്ണന നടക്കുകയാണെങ്കിൽ അവിടെ മധ്യസ്ഥം വഹിക്കാൻ ജമാഅത്തുകാരും വരും. നമ്മൾ തമ്മിൽ ബാബരി കത്തിയെരിയുമ്പോൾ, ഗുജറാത്ത് വിറങ്ങലിക്കുമ്പോൾ, നരേന്ദ്രമോദി വിലസ് നടക്കുമ്പോൾ, ബംഗ്ലാദേശിൽ പ്രശ്നം നടക്കുമ്പോൾ, കാശ്മീർ കുന്ന് ഒന്നായിട്ട് വളർച്ചയാകുമ്പോൾ, അതേപോലെ തന്നെ മാറാട് കേസ് വല്ലാത്ത ബുദ്ധിമുട്ട് നടക്കുമ്പോൾ, മുസ്ലിം ലോകം പട്ടിണി കിടക്കുമ്പോൾ, സോമാലിയ, ബോസ്നിയ, അർമേനിയ, റുമേനിയ, ഉഗാണ്ട, അങ്ങനെ അങ്ങോട്ട് തുടങ്ങി. എന്നിട്ട് പറയും അതുകൊണ്ട് നമ്മൾ തപസ് വ്യത്യാസം പറയാൻ പാടില്ല. എന്നാൽ ഉള്ളു കൂടെ നന്നായി ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പറയും ചെയ്യും. പ്രബോധനത്തിൽ നന്നായിട്ട് എഴുതും. കിട്ടിയ ചാൻസില് നമ്മളെ പത്രത്തിൽ എഴുതിയിരുന്ന ഒരു ലേഖകനെ അടക്കം അമീർ പറഞ്ഞു ഇനി എഴുതാൻ പാടില്ല, കോളം നിർത്തിയില്ലേ. പത്രത്തിൽ വന്നല്ലോ വാർത്തയൊക്കെ, ഞാൻ ആളെ പറയുന്നില്ല. എന്റെ അത്രയും പുറത്ത് കണ്ട നല്ല ചിരിയ, പക്ഷെ ഉള്ളൂരൂടെ കാണുമ്പോ പരമാവധി ബുദ്ധിമുട്ടിക്കും. അത് പറഞ്ഞ മാധ്യമം പത്രം ശരിക്കും സ്വഭാവം കാണിക്കാറുണ്ട്. രണ്ട് തലയും കത്തിച്ച് നടുപിടിച്ചു മിന്നും മാധ്യമത്തിന്റെ സ്വഭാവമാണ്. ആ ഇൻഷാല്ലാഹ് ഞാൻ പറയും സമയ സന്ദർഭം പോലെ. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി മറുപടി പറയില്ലാണ് ഇപ്പൊ പറഞ്ഞത്. പക്ഷേ ശരിക്കും കാലിന് ചുവട്ടിലെ മണ്ണ് പോകാന്ന് കണ്ട മറുപടി പറയും. പറയുന്നല്ല, രേഖ വെച്ചിട്ട് പറയും. വേണമെങ്കിൽ ചക്ക വേലയിലും കഴിക്കും എന്നൊരു ചൊല്ലുണ്ട്. അത് സത്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ അസിസ്റ്റന്റ് അമീർ, എന്റെ തൊട്ടടുത്ത നാട്ടുകാരൻ ഷേഖ് മുഹമ്മദ് കാരക്കുന്ന്, അദ്ദേഹം പുസ്തകം അട്ടിക്ക് വെച്ചിട്ട് 16 പുസ്തകം എടുത്തിട്ട് മുജാഹിദുകൾക്ക് മറുപടി പറയുന്നുണ്ട്. ഹുസൈൻ സലഫി ഉണ്ടല്ലോ, ഈ ഷാർജ ഷേഖ് പറഞ്ഞ കൂൾബാർത്ത ഷാർജ ഷേഖ് അല്ല, മുജാഹിദീങ്ങൾക്ക് ഒരു ഷാർജ ഷേഖ് ഉണ്ട്. അയാൾ ജമാഅത്ത് ഇസ്ലാമി വിമർശിച്ചിട്ട് കസറ്റ് ഇറക്കിയപ്പോ ഇവർക്ക് ചൂടായി. അങ്ങനെ അതിനെ വിമർശിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൽ പ്രസംഗം. അത് ഞാൻ പറഞ്ഞ അത്ര അങ്ങോട്ടാകൂല, ആ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അങ്ങ് പറഞ്ഞോട്ടെ, ഒന്നങ്ങ് കേട്ടോളൂ. 16 പുസ്തകം മുമ്പിൽ വെച്ചിട്ട് പേരുത്സാദൊക്കെ ഗണ്ണിക്കുന്ന ശൈലിയില ഓരോന്നെടുത്തിട്ട് ഇതാണ് ഒരു പുസ്തകം, ഇതാ 2, ഇതാ 3 എന്നും പറഞ്ഞ് അംഗനവാടി കുട്ടികൾ എണ്ണം പഠിക്കും പോലെ ഓരോന്നും 16 എണ്ണുന്നുണ്ട്. ഒന്നങ്ങ് ഇപ്പോൾ മുജാഹിദ് സുഹൃത്തുക്കൾ, നിങ്ങൾക്കറിയാം, മുജാഹിദ് സുഹൃത്തുക്കൾ കേരളത്തിൽ 2ആയി പിളർന്നപ്പോൾ അവർ സ്വീകരിച്ച നിലപാട് എന്താണ്? ജമാഅത്തെ ഇസ്ലാമി പിഴച്ചു, ജമാഅത്ത് ഇസ്ലാമിക്ക് തൗഹീദിൽ പിഴച്ചു, അവർ വലിച്ചു വരിക്കുന്നു, ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്നെല്ലാമാണല്ലോ പറഞ്ഞു നടക്കുന്നത്. അങ്ങനെ പറഞ്ഞു നടക്കുന്ന കക്ഷി 2ആയി പിളർന്നതിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് എന്തായാലും ഒരു പങ്കില്ലല്ലോ. പിളർന്ന ശേഷം അവർ ഇപ്പോൾ പള്ളികൾക്ക് വേണ്ടി തല്ലുകൂടുന്നു, പള്ളികൾ പുട്ടിക്കുന്നു, ക്രിമിനൽ കേസുണ്ടാക്കുന്നു, കോടതിയെ സമീപിക്കുന്നു. മാത്രമല്ല അവർക്കിടയിൽ പരസ്പരം വിമർശിക്കുവാൻ വേണ്ടി എഴുതിയ പുസ്തകമാണിത്. 16 പുസ്തകം ഇത് തന്നെയുണ്ട്. അഥവാ എന്റെ കയ്യിൽ തന്നെ 2 കക്ഷികൾ പരസ്പരം വിമർശിക്കുവാൻ വേണ്ടി എഴുതിയ 16 പുസ്തകങ്ങളുണ്ട്. ഇതൊന്നുപോലും മറ്റൊന്നല്ല, ഇതൊന്നാണ്. ഇതാണ് മറ്റൊന്ന്, ഇതാണ് 3ാമത്തെ മറ്റൊരു പുസ്തകം, ഇതാണ് 4ാമത്തെ വേറൊരു പുസ്തകം, ഇതാണ് ജിന്ന് സേവയുള്ള 5ാമത്തെ പുസ്തകം, ഇതാ 6ാമത്തെ പുസ്തകം, ഇതാ 7, ഇതാ 8, ഇതാ 9, ഇതാ 10, ഇതാ 11 മരന്നടൽ, ഇതാ 12 സെൽഫി മൻഹജ്, ഇതാ 13, ഇതാ 14, ഇതാ 15, ഇതാ 16. എന്റെ വശം മാത്രം മുജാഹിദുകൾ 2ആയി പിളർന്നപ്പോൾ അവർ പരസ്പരം വിമർശിക്കുവാൻ വേണ്ടി എഴുതിയ 16 പുസ്തകങ്ങളുണ്ട്. 16 പുസ്തകമുണ്ട് എന്നതല്ല പ്രശ്നം. ഇവർ പരസ്പരം ഇപ്പോൾ തെറ്റിയപ്പോൾ എന്തൊക്കെ പറയുന്നു എന്നതാണ്. കേരളത്തിൽ മുജാഹിദിന്റെ സംസ്ഥാന കൗൺസിൽ ചേർന്നപ്പോൾ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രമുഖനായ മുജാഹിദുകളുടെ നേതാവ് എറണാകുളത്ത് നിന്ന് ഗുണ്ടകളെ കൊണ്ടുവന്നുവെന്നും അവർ വലിയ ഏലസ് കെട്ടിയവരായിരുന്നുവെന്നും അങ്ങനെ അവരെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യിച്ചതെന്നും അവിടെ നിന്ന് പോയപ്പോൾ വിദേശ മദ്യക്കുപ്പികളായിരുന്നു അവിടെയെന്നും ആ മദ്യക്കുപ്പികൾ എടുത്തു മാറ്റുകയായിരുന്നുവെന്നും ഇവർ ഈ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഒന്നുകിൽ ആ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു സാമാന്യ മുസ്ലിം പോലും ചിന്തിക്കാൻ പറ്റാത്തതാണ് ചെയ്തത്. നടന്നിട്ടില്ല എങ്കിൽ തങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് ഇങ്ങനെ എഴുതാൻ മാത്രം ക്രൂരത കാണിക്കുന്നവരാണ് അവരോടൊപ്പം 35, 40, 50 കൊല്ലം കൂടെ പ്രവർത്തിച്ചവർ. രണ്ടായാലും പ്രശ്നം ഇവിടെ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്ക് ഇതിൽ അത്ഭുതമില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്.
കഴിഞ്ഞ 40 കൊല്ലമായി ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാൻ വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച ആളുകൾ ഇപ്പോൾ രണ്ടായി പിരിഞ്ഞപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണ്? അവർ പറയുന്ന കാര്യത്തിൽ ഒന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ. അവിടെ സംസ്ഥാന സമിതി പുളിക്കൽ വെച്ച് ചേർന്നപ്പോൾ തനിക്ക് അനുകൂലമായി ആളുകളെ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി എറണാകുളത്ത് നിന്ന് നൂരിഷ എന്ന ഒരാളുടെ ഗുണ്ടകളെ പുളിക്കലിലേക്ക് വരുത്തിയെന്നും ആ ഗുണ്ടകളെ അവിടെ താമസിപ്പിച്ചു എന്നും അവിടെ കൈകളിൽ വലിയ ഏലസുണ്ടായിരുന്നു എന്നും അവർ അവിടെ നിന്ന് കഴിഞ്ഞ് പിറ്റേന്ന് പോയപ്പോൾ അവിടെ വിദേശ മദ്യക്കുപ്പികളായിരുന്നു എന്നും നിറഞ്ഞു നിൽക്കുന്ന ആ മദ്യക്കുപ്പികൾ എടുത്തുമാറ്റലായിരുന്നു മുജാഹിദ് പ്രവർത്തകന്മാരുടെ പണി എന്നുമാണ് എഴുതിയത്. ഒന്നുകിൽ ഇത് സംഭവിച്ചതാണെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമായ കാര്യം എന്താണുള്ളത്? സംഭവിച്ചതല്ല എങ്കിൽ ഇങ്ങനെ തങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ച് എഴുതാൻ ഇന്നലെ വരെ കൂടെ പ്രവർത്തിച്ചവർക്ക് തോന്നുമാറുള്ള ഒരു സംസ്കാരമല്ലേ, ഒരു സ്വഭാവമല്ലേ, ഒരു പെരുമാറ്റമല്ലേ, ഒരു രീതിയല്ലേ കഴിഞ്ഞ 40 കൊല്ലമായി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സ്വന്തം പ്രവർത്തകരുടെ വളർത്തിയെടുത്തത് എന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഓരോ ഓർമ്മ ഇങ്ങനെ മണ്ഡലം നടത്തലോ അതുപോലെ തന്നെ മറുപടി പറയലോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ അജണ്ടയിൽ ഇല്ല. ഞങ്ങൾ അതിന് പോകൂല, പരിഹസിക്കുന്നത് തിരിച്ചുകൾ പരിഹസിക്കൂല. അതേ സമയത്ത് ജമാഅത്ത് ഇസ്ലാമിയെ അടിസ്ഥാനപരമായി മുജാഹിദ് കൈകാര്യം ചെയ്തപ്പോൾ ആ മുജാഹിദിന്റെ 16 പുസ്തകങ്ങൾ എടുത്തു വെച്ചുകൊണ്ടാണ് ഗണ്ണന ശൈലിയിൽ തന്നെ ഷെയ്ഖ് മുതുകാരക്കുന്ന് അദ്ദേഹം മറുപടി പറഞ്ഞത്. പക്ഷെ സ്വാഭാവികമായി ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അതിപ്പോ നമ്മളങ്ങനെ ജമാഅത്തേരാണ് വിചാരിച്ച് എല്ലാം മോശമാക്കുന്നു പോട്ടല്ലോ. അതായത് ജമാഅത്ത് മുജാഹിദിന്റെ സമ്മേളനം പുളിക്കല് കഴിഞ്ഞപ്പോൾ മദ്യക്കുപ്പികൾ എടുത്തു വെച്ചു എന്നും ഏലസ് കെട്ടിയിരുന്ന ആളുകളാണ് തെരഞ്ഞെടുപ്പിൽ വന്നതെന്നാ പറഞ്ഞത്. അപ്പോ മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെ പ്രവർത്തിച്ചിരുന്നൊക്കെ ഏലസ് കെട്ടാനും മദ്യത്തിനു വേണ്ടിയായിരുന്നോ? ഒരുപക്ഷെ. അല്ലെങ്കിൽ ഈ 10-50 കൊല്ലം പ്രവർത്തിച്ചിട്ട് അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ കുറിച്ച് ആരോപണം പറയാൻ മാത്രം മുജാഹിദുകൾ അടപ്പതിച്ചു പോയോ എന്നാണ് അയാൾ ചോദിച്ച്. നമ്മൾ രണ്ടിലും ഇടപെടുന്നില്ല. കാരണം ഒന്ന് മുള്ളാണെങ്കിൽ മറ്റേ മുരുക്കാണ്, രണ്ട് ചേരിയിരിക്കാൻ പറ്റും, അതെല്ലാം ചന്തി തോരുമെന്ന് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് അവർക്ക് തമ്മിൽ വിട്ടുകൊടുക്കുകയാണ്. ഏതായിരുന്നാലും ശരി, ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിച്ചപ്പോൾ ഔദ്യോഗിക നേതാവ് നമ്മളെ പ്രസ്ഥാനത്തെ വിമർശിച്ച ഏറ്റുസ്ഥാനന്റെ മറുപടി പറയുന്നത് എന്നെ പോലെ ഏതെങ്കിലുമൊക്കെ ആളുകളാണ്. അതേ സമയത്ത് ഇത് ഔദ്യോഗിക നേതാവത്തിന് ഔദ്യോഗിക മറുപടി പറയുകയാണ്. അപ്പൊ നിങ്ങൾ കേൾക്കും, അങ്ങനെ ജമാഅത്തേർ പറഞ്ഞിട്ട് മുജാഹിദും ഉണ്ടാവുന്നോ, രസമല്ലേ? അതും കൂടെ കേട്ടോളൂ. ഇതിന് പ്രതികരിച്ചുകൊണ്ട് ഹുസൈൻ സലഫി തിരിച്ചു കൊടുക്കുന്നുണ്ട്. പറയിപ്പിക്കണ്ടെന്നെ കൊണ്ട് എന്നും പറഞ്ഞ് മൂപ്പർ തിരിച്ചും പറയുന്നുണ്ട്. ആരും കൂടെ കേട്ടോളൂ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഈ കാസറ്റൊക്കെ കേട്ട് കഴിഞ്ഞാലും ചിലപ്പോ ഏതെങ്കിലും ജമാഅത്തേർ കേൾക്കൂല. ഇനി അഥവാ ആരെങ്കിലും ഒന്ന് കേൾക്കാൻ മനസ്സ് കാണിച്ച അവസാനം എന്താ പറയൂ, ഇങ്ങനൊക്കെ ആണെങ്കിലും നിങ്ങളിപ്പോ തമ്മിത്തല്ലേ, നിങ്ങൾ വളർന്നില്ലേ, ഞങ്ങൾ ശക്തമായ ഒരുമയോടുകൂടെ മുന്നോട്ട് നിങ്ങളെ ഒരുമ ഞാൻ കാണിച്ചു തരാം. ഒരുമ കണ്ടോളി. ഇതെന്താ കാര്യങ്ങള്? എന്നെ ചവിട്ടി പുറത്താക്കി ഓ അബ്ദുള്ള, നിങ്ങളെ ഒരു കൊട്ട് പറയാൻ നമ്മളെടുത്തുണ്ട്, ഇതൊന്നും ഇറക്കണ്ട. പല ആളുകളും നമ്മളോട് പറയും നിങ്ങളിപ്പോ തമ്മിത്തല്ലേ, ഞങ്ങളിവിടെ വളരെ സ്ട്രോങ് അല്ലേ. മാധ്യമത്തിൽ നിന്ന് കറിവേപ്പിനെ പോലെ പുറത്തേക്കാണ്ട് ഓ അബ്ദുള്ളനെ. എന്നിട്ട് അയാള് അന്ന് കരഞ്ഞ ലേഖനാണ്, എന്നെ ചവിട്ടി പുറത്താക്കി. ഒരു പത്രത്തിന് കൊടുത്ത അഭിമുഖമാണ്. അതിൽ അവസാനം മൂപ്പര് പറഞ്ഞതൊന്ന് ഞങ്ങളെ കേൾപ്പിക്കാം. കുറെ പറയുണ്ടാവുമ്പോ കുറെ വായിക്കാണ്ടാവുമല്ലോ. വേണ്ടി വന്നാൽ നമുക്ക് ഈ കാസറ്റൊക്കെ ഇറങ്ങിയതിന്റെ ശേഷം പ്രതികരണമൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും വായിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾക്ക് ഈ കാര്യത്തിൽ മൂപ്പര് അവസാനം പറഞ്ഞത്, കാരണം ജമാഅത്തേരിപ്പോ വല്ലാതെ ഇങ്ങനെ നിങ്ങൾ തമ്മിലടിക്കണ ഞങ്ങൾ എന്തൊരു ഒരുമയാണ് ഞങ്ങളുടെ നേതാക്കന്മാർ തമ്മിൽ. ഇസ്ലാമികമായ പ്രസ്ഥാനത്തിന്റെ ആളുകൾ സഹോദരങ്ങളാണ്. നിങ്ങളോ ഇടവണ്ണയിൽ തമ്മിലടിക്കുന്നു, പുലിക്കല് തമ്മിലടിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അവിടെ ഇങ്ങനെ ആ പുസ്തകങ്ങൾ ഇറക്കണം, വിമർശനങ്ങൾ നടത്തുന്നു. എന്നിട്ട് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഒന്നിങ്ങനെ തോണ്ടിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തെ മാധ്യമത്തിൽ മെയിൻ ന്യൂസാ പിന്നെ മുജാഹിദ് സംഘത്തിന് 4 ആളാസ്പത്രിയിൽ ഒന്ന് തോണ്ടിയിട്ടുണ്ടാവുള്ളൂ. അത് എവിടെങ്കിലും ചെറുതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊലിപ്പിച്ചു കൊണ്ടുവരും. എന്തിനാ? ഞങ്ങൾ ഈ രാജ്യത്തെ സമാധാനകാംക്ഷികളാണ്. മുജാഹിദുകളോ തമ്മിലടിച്ച് കുളം തോണ്ടല പരിപാടി. ഓബ്ദുള്ള പറയുന്നത് നമ്മളെ സൂറി നമ്മളെ ജമാഅത്തൊന്നും പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ കാലത്തുള്ളതൊന്നല്ല എന്ന് ഓബ്ദുള്ള പറഞ്ഞതൊന്ന് കേട്ടോളൂ. അവസാനിപ്പിക്കുകയാണ് മുപ്പര് കുറേ സങ്കടങ്ങൾ പറയുന്നു, പലരെക്കുറിച്ചും പറയുന്നുണ്ട്. വ്യക്തിപരമായി ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അവസാനത്തെ 2 കണ്ടേയും വായിക്കുന്നുള്ളൂ. എനിക്ക് മാധ്യമത്തിലെ ജോലി പ്രശ്നമല്ല, എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ ഈ ഉപജാപക സംഘത്തിന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ട്. പലരും ഈ ചിന്ത പങ്കുവെക്കുന്നു. പലർക്കും ഉണ്ട് അഭിപ്രായം, ഇതൊന്നും അടിച്ച് ശരിയാക്കാണ്ടെന്ന് പലർക്കും അഭിപ്രായമുണ്ട്. പക്ഷേ പലരും തുറന്നു പറയുന്നില്ല. എന്താ കാരണം?
ശൂറയെ ചോദ്യം ചെയ്യാമോ എന്നാണ് അവരുടെ ആശങ്ക. ശൂറനെ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ? ജമാഅത്തിന് ചോദ്യം ചെയ്യാൻ പാടുണ്ട്. കാരണം റസൂലുള്ള പറഞ്ഞ അൽ ജമാഅത്തും ഖുർആൻ പറഞ്ഞ അശൂറയ്ക്കല്ലേ, അതിന് ചോദ്യം ചെയ്താൽ തെറ്റല്ലേ എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് ഒരുപാട് പാവങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട് എന്നാണ് പുറത്തേക്ക് ആടിയ മൂപ്പര് പറയുന്നത്. എന്നിട്ടോ പലരും ഈ ചിന്ത പങ്കുവെക്കുന്നു. ശൂറയെ ചോദ്യം ചെയ്യാമോ എന്നാണ് അവരുടെ ആശങ്ക. ഈ ജമാഅത്ത് പ്രവാചകന്റെ കാലത്തെ അൽ ജമാഅത്ത് അല്ലെന്നും ഈ ശൂറ അന്നത്തെ അശൂറ അല്ലെന്നുമാണ് മൗദൂദി സാഹിബ് ജമാഅത്ത് രൂപീകരിച്ച 1-ാം തീയതി പഠിപ്പിച്ചതെന്ന കാര്യം ഇവരിലെ പലരും ഓർക്കുന്നില്ല. മൗദൂദി തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഇത് അന്നത്തെ അൽ ജമാഅത്തൊന്നുമല്ല, അത് നമ്മൾ വേറെ ജമാഅത്താ. ഇത് അന്നത്തെ അശൂറ എന്നുള്ളത് വേറെ ശൂറയാണ്. അതുകൊണ്ട് നിങ്ങൾ വലിയൊരു വെയിറ്റൊന്നും കൽപ്പിക്കേണ്ടതില്ല എന്ന് തുടങ്ങിയാൽ തന്നെ നമ്മളെ മൗദൂദി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അത് ഇവരിലെ പലർക്കും അറിയല്ലോ എന്നാണ്. മാധ്യമത്തിൽ 1300ഓളം മുഖപ്രസംഗങ്ങളും നേർപകുതി ലേഖനങ്ങളും എഴുതിയ, എന്നെ മുടന്തൻ ന്യായങ്ങളും കാരണങ്ങളും പറഞ്ഞ് പുറത്താക്കിയ, സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച ആളുകൾ എങ്ങനെയാണ് ഒരു ഇസ്ലാമിക സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുക? ഇതിപ്പോൾ പുറത്തു വന്നതാ, ഒരാളും പോന്നപ്പോൾക്ക് വന്നതാണിത്. പിന്നെന്താന്ന് പറയുക, അതൊക്കെ ഒതുക്കാൻ ഒരു കഴിവുണ്ട്. അതിങ്ങനെ കേഡർ പാർട്ടിയാണ്, പലതും ഉള്ളിൽ പുകയുന്നുണ്ട്. അതുകൊണ്ട് വല്ലാണ്ട് ഞെളിയണ്ട, പലതും അല്ലാതെ നെളിയണ്ട. രണ്ടുകൂട്ട് ഇത് പലതും പുകയിലുണ്ട്, ഞങ്ങൾക്ക് ചെറുക്കുണ്ട്. ഇതാണിപ്പോ ഈ LCD കൊണ്ടാണ് ഇപ്പൊ എല്ലാവർക്കും പേടി. മറ്റുള്ളത് പോലെയല്ല, ഇതിപ്പോ ഞാൻ അങ്ങോട്ട് ഒരു ഓപ്പൺ പ്രസംഗം നടത്തി പോവുകയാണെങ്കിൽ ഇത്ര പേടി ഉണ്ടാവൂല. കാരണം നിങ്ങൾ നാട്ടുകാരനായ അരിപ്പലിനടക്കം ഇവിടെ കാണൂലല്ലോ, അത് സേഫുകാർക്കൊന്നും കാണൂലല്ലോ. ഇതെല്ലാരും ഇങ്ങനെ ഇട്ട് കാണുമ്പോ അള്ളാ ഇത് മൊയിലേര് വെറുതെ പറയല്ല, ഉള്ളത് തന്നെ. മാഷറി ചെന്ന വരി നൂട്ടിക്കോളിങ്ങൾ. മാഷറി ചെന്ന ഏത് തെറ്റ് ചെയ്ത ആളുകൾ നിഷേധിക്കാൻ തയ്യാറാവുമല്ലോ. നിഷേധിക്കാൻ തയ്യാറായിട്ട് വരുമ്പോഴാണ് നമ്മളെ കയ്യിൽ കിതാബും കെട്ടു തരുന്നത്. അപ്പൊ FIR ഇങ്ങനെ വായിച്ചിട്ടും ആലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. ഇത് എന്തോരു ശരിയാണ് റബ്ബേ, മുഴുവൻ കിതാബിലുണ്ടല്ലോ, നിഷേധിക്കാൻ കഴിയില്ല. ആ ഒരു തത്വമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നോക്കിക്കോ നിങ്ങൾ. അതുകൊണ്ട് മറുപടി പറയൂലാന്ന് പറയണ്ട, മറുപടി പറഞ്ഞതപ്പൊ ഞാൻ കാണിച്ചു. പിന്നെ പരിഹാസം ഈ സുന്നി മൂല്യന്മാരും മുജാഹിദ് മൂല്യന്മാരൊക്കെ വല്ലാതെ പരിഹസിക്കും. ഞങ്ങളാരും പരിഹസിക്കൂല. സുബ്ഹാനല്ലാഹ്. പണ്ട് ഇഷ്ടം പറഞ്ഞതുപോലെ എന്റെ ഭ്രാന്തൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ആ മൂലക്കലാണ് ഒലക്കഥ എടുക്കും, ഞാനൊന്ന് ഡ്രസ്സാക്കി എടുക്കട്ടെ എന്ന് പറഞ്ഞില്ലേ. ഒലക്കോണ്ടേ ഡ്രസ് എടുക്കാൻ കഴിയില്ല, ഭ്രാന്തൊക്കെ മാറിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ആ ഒലക്കം എടുക്കും, ഞാനൊന്ന് ഡ്രസ്സാക്കി എടുക്കട്ടെ. ഇതേപോലെ ഇവരാരും ചിന്തറിയില്ല, ആര് കളിയാക്കോ നല്ല മനുഷ്യന്മാര്. കേൾക്കണങ്ങൾ ഖലീൽ തങ്ങൾ മുതൽ അജ്മീർ ഖാജ അടക്കമുള്ള ഒരൊറ്റ വലിയോ ഒരൊറ്റ സൂഫിയോ ഒരൊറ്റ തങ്ങളോ ഒരൊറ്റ തലീക്കെട്ടോ ജമാഅത്താർക്ക് പ്രശ്നമല്ല. മുത്തുനബിയുടെ മന്ത്രത്തെ അടക്കം കളിയേക്കൂലേ, കുത്തുബിയത്തിന് കളിയേക്കൂലേ, ഔലിയാക്കളൊക്കെ ഒന്നും വേണ്ട. നമ്മള് സ്റ്റേജിലേക്ക് ഖലീൽ തങ്ങൾ ഉള്ളാത്തകളൊക്കെ വരുമ്പോ തക്ബീർ ചെല്ലും, സന്തോഷം കൊണ്ട് തക്ബീറാണ്. അതേതാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ദാർലർക്കലേക്ക് അങ്ങോട്ട് ചെന്ന് ഇസ്ലാം വല്ലാതെ പേടിച്ചു നിൽക്കുന്ന സമയ സഹാബത്തൊക്കെ. ആ സമയത്ത് ഇസ്ലാം സ്വീകരിച്ച് ഉമർ ഫാറൂഖ് അങ്ങോട്ട് വന്നപ്പോ അല്ലാഹു അക്ബർ സന്തോഷം കൊണ്ട് തക്ബീറിന്റേതാണ് അല്ലേ. ഖൈബറിൽ വെച്ചിട്ട് മുറക്കിബ് അങ്ങോട്ട് ചത്ത് വരച്ച് വീണപ്പം അല്ലാഹു അക്ബർ ഖൈബർ തക്ബീറല്ലേ. മുസ്ലിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോ ചെല്ലുന്നതിനാ തക്ബീർ എന്ന് പറയാം. ഈ തക്ബീറും ചൊല്ലി നമ്മുടെ നേതാക്കന്മാരെ കാണുമ്പോ സന്തോഷം. എന്റെ ഖലീഫകളെ പത്രത്തിൽ ഇങ്ങനെ കാണാം, മനോരമയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. AP ഉസ്താദ് ചിലപ്പോ TV-യിൽ ഇങ്ങനെ കാണാം. ആ ദൂരത്ത് കാണുന്ന AP ഉസ്താദ് എന്റെ തൊട്ടടുത്ത് സ്റ്റേജിന്റെ ഒറിജിനലായിട്ട് നിൽക്കുന്നു. ഖലീഫകൾ നേരെ മുമ്പിൽ ഉള്ളാത്തകളെ കൈ കിട്ടും. അല്ലാഹു അക്ബർ. രോഗാതുരമായ മനസ്സല്ല, പിന്നെയോ ഈമാനികമായ മനസ്സ്. മനസ്സുള്ള ഉടമകളിൽ നിന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നു അല്ലാഹു അക്ബർ. അവ പേരോട് ഉസ്താദിന് AP ഉസ്താദിന് ഖലീൽ തങ്ങളെ ഉള്ളാൾ തങ്ങളെ നമ്മുടെ നേതാക്കൾക്കും സാദാത്തുകൾക്കും ഒക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് ഇസ്സത്തോടെ നൽകുമാറാവട്ടെ. നേതാക്കന്മാര് സ്റ്റേജിലേക്ക് വരുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലും. ചിലപ്പോഴോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ റസൂലുള്ളാഹിയും സിദ്ദീഖുൽ അക്ബറും കാത്തു നിൽക്കുന്ന ആബാലവൃദ്ധ ജനങ്ങൾ അവരിങ്ങനെ പ്രതീക്ഷയോടുകൂടെ കാത്തു നിൽക്കുമ്പോഴാണ് ആ മദീനയുടെ മലയിടുക്കുകളിലൂടെ റസൂലുള്ളാഹി സിദ്ദീഖുൽ അക്ബർ വന്നത്. ആവേശത്തോടെ മദീന നിവാസികൾ എന്ത് ചെയ്തത്?
طلع البدر علينا من ثنيات الوداع وعجب الشكر علينا ما دعا لله داع. ഞങ്ങൾക്കിതാ ബദർ പ്രത്യക്ഷപ്പെട്ടു എന്ന പാട്ടുപാടി. ആ റസൂലുള്ളാഹിന്റെ അനന്തരാവകാശികൾ കർമ്മത്തിലും മർമ്മത്തിലും വിശ്വാസത്തിലും പ്രവർത്തനത്തിലും കുടുംബത്തിലുമൊക്കെയുള്ള സാദാത്യങ്ങളെയും ആലിമീങ്ങളെയും കാണുമ്പോ തോനൽ ബദർ ചെല്ലും. ഇത് അവരോടുള്ള ബഹുമാനമാണ്, സ്നേഹമാണ്, ഈമാനാണ്. പക്ഷെ ഇവരെ നേതാക്കൾക്കാർക്കും അത് കിട്ടൂല പറഞ്ഞ കാണുമ്പോഴെങ്കിലും ഒന്ന് അരുവി തോന്നണല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി എന്താ നിങ്ങൾ പരിഹസിക്കാം. എന്താ പരിഹാസം? ഒരു ഔലിയനെ കൊലം കിട്ടും. ഇവര് സ്ഥലക്ക് ഔലിയ എന്ന് പറഞ്ഞാൽ ഒരു ഷാളിട്ടിട്ട് 4 കരള ഷാളിട്ട് കണപ്പ് വെച്ച ഔലി ചെയ്യില്ല. ഒരു തോർത്തും ഇങ്ങനെ കെട്ടിയ വട്ടത്താടി ചെയ്യുന്നു. എന്നിട്ട് ആ ഔലിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുമ്പോ ഹാദിമിയേക്ക് കുപ്പായം പോലും ഇല്ല, കന്നിപ്പുറാക്ക് മാത്രം ഇട്ടിരും. എന്നിട്ട് ഇങ്ങനെ പഴയ കാലത്ത് ഈ മറ്റേ പെണ്ണുങ്ങൾ 6 വരയ്ക്കുമ്പോൾ ഓരോ കൈ അങ്ങോട്ടും കൈ ഇങ്ങോട്ടും വയ്ക്കിട്ട് ബേക്കിലെടുക്കുക. എന്നിട്ട് ഇങ്ങനെ വറയിലൊടിച്ചിടാം. എന്ത് വലിയാണോ ഒരു ഔലിയ. എന്നിട്ട് അയാളെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ ദിക്കറൽ എന്തേ തിന്ന ചിക്കൻ തികട്ടി വരികയാണ്. എന്നിട്ട് അതിനെ പറ്റിയിട്ട് പറയാ. എന്നിട്ട് മണ്ട് നിക്കറ് വളരെ ചീപ്പായി പരിഹാസം. ജമാഅത്ത് ഇസ്ലാമി സ്റ്റാൻഡേർഡുള്ള ആളുകളാ. സ്റ്റാൻഡേർഡാ. ഞങ്ങളാരും പരീക്ഷിക്കാറില്ല, ഞങ്ങളാരെയും ദിവസം പറയാൻ പോകാറില്ല. മുമ്പ് ഒരുത്തം പറഞ്ഞതുപോലെ ഞാൻ ഇപ്പൊ വേണ്ടാത്തൊക്കെ നിർത്തികള് കടത്ത കള്ളിച്ചാപ്പിലാണ്. ഏത് വേണ്ടാത്തരപ്പടൊക്കെ നിർത്തികള് കടത്ത കള്ളിച്ചാപ്പിലാ. ഈ കോലത്ത് ഞങ്ങളാരും പരീക്ഷിക്കാറില്ല, മറുപടിയും പറയാറില്ല. എന്നാ കണ്ടോളൂ, ഒരുപാട് രംഗമുണ്ട്, ഒരു രംഗം കാണിച്ചു കൊടുക്കാം. നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. വൈവിൻ അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങുവിൻ. ചിക്കന്റെ കാലൊക്കെ മുറ്റായിരുന്നു. ഇനി ഇന്നലെ ഞങ്ങൾ തുടങ്ങാം. എല്ലാരും കണ്ണടച്ച് ഞാൻ ചെല്ലുക. ഇവരാളെങ്ങനെ നമ്മുടെ കൂടെ കൂടോ? എന്നാ ഇവിടെ ഇരിക്കേ. ഇനി നമ്മൾ തുടങ്ങാം.
ഇസ്ലാമിൻ ജലാസം. ഇവർക്ക് മുഴുത്ത സാധാരണ 7 ദിവസം കൊണ്ടുവരേണ്ടി വരും. 70 ദിവസം നമ്മൾ കൊണ്ടുവരും. ഈ കാശിന് ജനമുണ്ട്. കോഴിനല്ല താറാവിനെയാണ് നമ്മൾ കൊണ്ടുവരും. ഇവരെ പിടിച്ചാൽ തെങ്ങിനോടി കെട്ടേ. നിങ്ങൾ ഇന്നോടെ എവിടെയാണ് പറഞ്ഞോ? ഞാൻ പോയി അവിടെ നോക്കിയിട്ട് വരാം. ഒരിക്കലും ജമാഅത്തിന് കാണിച്ചു തരാൻ കഴിയും. സ്റ്റേറ്റ് അമീറിന്റെ നാട്ടിൽ വന്നിട്ടാണ് ഞാൻ വെല്ലുവിളിക്കുന്നത്. ഇതെന്താ ഗ്യാസ് ട്രബിളാ? ദിക്റിനെ പറ്റിയിട്ടാണ് പരിഹസിക്കുന്നത്. അല്ലാഹുവിന്റെ ആത്മീയമായ ദിക്ർ ഹൽക്കകൾ നേതൃത്വം കൊടുക്കുന്ന സാദാത്യങ്ങൾ, ദുആക്കുത്തരം കിട്ടുന്ന ഔലിയാക്കന്മാർ, സൂഫിയാക്കന്മാർ, തങ്ങന്മാർ, അവരെ കോലം കെട്ടിയിട്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ, അമുസ്ലിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പരസ്യമായി സ്റ്റേജ് കെട്ടി തെളിവുകൾ സഹിതം മാന്യമായി വിഷയം പറഞ്ഞാൽ മുസ്ലിം കേൾക്കൂലെ, കാശ്മീർ പറഞ്ഞടിക്കൂലെ, ഗുജറാത്ത് ഹിന്ദുവാകൂലെ, ബാബരി ആകാശക്ക് പോകൂലെ, എന്തൊക്കെയോ സംഭവിക്കും. ഔലിയാക്കന്മാരെ പരിഹരിച്ചാൽ കുഴപ്പമില്ല, അന്യമതസ്ഥർ ഊരിച്ചിരിക്കുക. മന്നാദാലി വലിയൻ ഫഖറാൻ തൂബിൽ ഹർബ് നിഷേധിക്കാൻ കഴിയോ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ പരിഹസിച്ചാൽ, ഔലിയാക്കന്മാരെ കളിയാക്കിയാൽ സ്വാഭാവികമായും അതിന്റെ ദുരന്ത ഫലങ്ങൾ ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളെപ്പോലെ തങ്ങളെ കുപ്പാടിച്ചു കൊണ്ടുവന്നു. വേളക്കുപ്പായം, നീണ്ട താടി, വലിയ തലീക്കെട്ട്, ഒരു കയ്യിൽ വടിയും കൊടുത്തു. എന്നിട്ട് ഭാവിയാണ് തങ്ങളാണെന്നും പറഞ്ഞ് വളരെ ചീപ്പായി പരിഹരിച്ചു കൊണ്ടുവന്നു. ഞാൻ പറയട്ടെ, ഏതൊക്കെ ഇടപാടുകളും ഏർപ്പാടുകളും ഒക്കെ നടത്തിയപ്പോ ഉണക്കമുക്കിയിട്ട് എഴുതി മർക്കസിന്റെ ചില വിഷയങ്ങളെക്കുറിച്ചും കമാലിയ കോളേജിനെ കുറിച്ചുമൊക്കെ അനാവശ്യ ചർച്ചകൾ പുറത്തേക്കിട്ടുകൊണ്ട് മാധ്യമം എന്ന പത്രത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഖലീൽ തങ്ങളടക്കമുള്ള സാദാത്യങ്ങളെയും പണ്ഡിതന്മാരെയും ഒക്കെ 5 കാശില്ലാതെയാക്കി സാമ്പത്തിക ദുരുപയോഗം നടത്തിയവരാണ്, പണയപ്പെടുത്തിയവരാണ്, കാശുണ്ടാക്കിയതാണ്, ആത്മീയത വിറ്റ് കാശുണ്ടാക്കുന്നവരാണെന്ന് പറഞ്ഞ് മാധ്യമത്തിൽ ലേഖനങ്ങൾ എഴുതി. ആ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് അബ്ദുള്ളയടക്കം മാധ്യമത്തിന് തെറിച്ചു പോകേണ്ടി വന്നതിന് പുറമെ ഈ ആത്മീയത അഭിനയമാണ്, അനുഭവമാണെന്ന് പറഞ്ഞ് ജമാഅത്ത് ഇസ്ലാമി ക്യാമ്പയിൻ നടത്തി. കേരളത്തിലെ ഒരറ്റത്ത് നിന്ന് ക്യാമ്പയിൻ നടത്തി മറ്റൊരറ്റത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഓർക്കിലുകൾ ആവർത്തിച്ചു. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇപ്പൊ എവിടെയാ ഓർക്കിലുള്ളത്? എവിടെയാണ് സാമ്പത്തികമായ സ്രോതസ്സുള്ളത്? എവിടെയാണ് അഴിമതിയുള്ളത്? ആരാണ് കരികടകൾ നടത്തിയത്? ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കളെ പരിഹസിക്കുമ്പോ, മഹാന്മാരുടെ കോലം കെട്ടുമ്പോ, ദിക്റുകളെ പരിഹസിക്കുമ്പോ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അല്ലാഹുവിന്റെ ജുനൂദ് ഇറങ്ങി ലക്ഷക്കണക്കിനുള്ള കോടികളാ പൊട്ടിയത്. അത് വായിക്കാൻ പിന്നീട് ഞാൻ വിശദമായിട്ട് വായിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. നിങ്ങൾ അമീർമാരെയും അസിസ്റ്റന്റ് അമീർമാരും പേരെഴുതി വെച്ച ലേഖനങ്ങൾ എന്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരും. കമ്പ്യൂട്ടറിന്റെ ഇടപാടുകൾ നടത്തിയത്, ഹജ്ജിന്റെ കാശ് തിരിമറി നടത്തിയത്, ഉടനെ തന്നെ അമീറിന്റെ മാറ്റം വന്നത്. എന്നിട്ട് ഇവരാണ് ഇപ്പൊ അഴിമതിക്കെതിരെ പ്രസംഗിക്കുന്നത്. അതേ പൊയ്മുഖം വലിച്ചു ചീന്തപ്പെടുന്നു ജനങ്ങൾക്ക് മുമ്പിൽ. ഞാൻ മറന്നുപോയി, ഷെഹ്മൂദ് കുന്നിന്റെ നാട്ടില് UDF ഇറക്കിയ ഒരു ലഘുലേഖയുണ്ടായിരുന്നു ഇലക്ഷന്റെ തലേ ദിവസം ജമാഅത്തുകാർക്കെതിരിൽ. അതിലൊരുപാട് കാര്യങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത് വെച്ച സ്ഥലം പറ്റിപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും തൊട്ട് കളിക്കുമ്പോ സ്വാഭാവികമായിട്ടും അതിന്റെ പരിണിതി ഉണ്ടാകും. ഒരൊറ്റ കാഴ്ച ഖലീൽ തങ്ങളെ പോലത്തെ തങ്ങളെ കോലം കെട്ടിയിട്ട് കരിച്ചിരിക്കുന്ന കണ്ടോളുകൾ.
ഞങ്ങൾ പരിഹസിക്കൊന്നുമില്ല, ഞങ്ങൾ മറുപടി കൊടുക്കൂല, ആ നാണയത്തിൽ പോകൂല. പച്ച സാധുക്കളാ, ഒന്നും അറിയാത്ത പാവം പെൺകുട്ടിയാണ് മൂലക്കെ പെറ്റെടുക്കണവരാണ് കൊണ്ടുവരുത്തൻ. ഒന്നും അറിയാത്ത പാവം പെൺകുട്ടിയാണ് മൂലക്കെ പ്രസവിച്ചെടുക്കണത്. പച്ച സാധുക്കളായ മഴത്തൻ മൂക്ക് കൈയിട്ടാ കടിച്ചൂല. ആ സീസ പക്ഷെ കേട്ടുകൊള്ളൂ ഒഴിവാക്കാൻ. അല്ല ഇവിടെ അവരില്ലേ എന്താ കൊടുക്കല ഓ പറഞ്ഞു വീട് പോ ഇതല്ലേ ആ ലെറ്റർ കണ്ടിട്ട് വീട് പോയല്ലേ. ഈ കോടാനക്കോടിന്റെ പേരെന്താ? തസമുറായി. അപ്പോ ഈ ഇരുക്കാരിന്റെ വാപ്പ ആ മറ്റൊരു ഇരുകാരി അവിടെ ഇവിടെയുമില്ല, എവിടെയുമില്ല. തസമുറായി നമ്മൾ പുട്ടം പുട്ടു. വാലേക്കും സലാം. നിങ്ങൾ വന്ന ഞാനൊന്ന് കുളിച്ചായിരുന്നു. നമ്മളിപ്പോ സ്ഥലമില്ലാത്ത സ്ഥലം കയറി മാരെ. അപ്പോ ഈ പോയതായിരിക്കും കക്ഷിയല്ലേ? ആ 4 മക്കളിൽ കാണാൻ ഇവൻ മാത്രം കുറെ പണം ചിലവഴിച്ച് പഠിപ്പിച്ചു. വന്നുകൂടിയത് അത്ര ചില്ലറക്കാരനല്ല. കരിങ്കുട്ടി, മൂർത്തി, പിശാജ്, ഇബ്ലീസ്, ചേക്കുട്ടി പാപ്പ അത്ര വേഗം വിട്ടുപോകൂല. അല്പം വിയർപ്പാണ്ട് പൊട്ടേണ്ടി വരും. എങ്ങനെയെങ്കിലും എന്റെ മകനെ ഒന്ന് രക്ഷിക്കണം. നിങ്ങൾ പേടിക്കണ്ട. ഈ ബാബാ സാഹിബ് ഉണ്ടാവുമ്പോ ഏത് ഇബ്ലീസ് വന്നാലും നമ്മളവനെ ഓടിക്കും. നിങ്ങൾ ഒന്നുകൊണ്ട് നിരാശപ്പെടേണ്ട. നമ്മൾ കുറെ പിശാചുകളെ കണ്ടുകളെ, പക്ഷേ ഇമാതിരി ഇബ്ലീസിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. മതി തങ്ങളെ മതി, ഈ ചികിത്സ ഇന്ന് വേണ്ട. കുറെ ഇബ്ലീസുകളുണ്ട്. ഈ മാതിരി ഇബ്ലീസ് ഉണ്ടാകുന്ന പറഞ്ഞാല് വലിയ പ്രശ്ന. അപ്പോ കുറച്ച് കടുങ്കൈ ചെയ്യേണ്ടി തന്നെ വരും. ഇനിയും ഈ ചികിത്സ തുടർന്നാൽ ഒരുപക്ഷെ എന്റെ മകനെ പോലെ എനിക്ക് നഷ്ടപ്പെടും. മതിയെങ്കിൽ മതി. നിങ്ങൾ വരാൻ പറഞ്ഞു, നമ്മളിവിടെ ഉണ്ട്. നിങ്ങൾ പോകാൻ പറയാ, നമ്മൾ പോകും. അതാ നല്ലത്. എന്നാ നമ്മൾ പോകാം. വേണ്ടെങ്കിൽ വേണ്ട, നമ്മൾ പോട്ടെ. ആരാ സംസാരിക്കാനുണ്ട്? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ തങ്ങളെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇപ്പോഴാണ് ഒന്ന് നേരിൽ കാണാൻ സാധിച്ചത്. ഒന്നും മനസ്സിലാവുന്നില്ല.
അല്പസ്വല്പം കുറെ നാളായി ഇവ ഞങ്ങളുടെ മേഖലയിൽ താങ്കൾ തൽക്കാലം അകത്ത് പോകും. നമുക്ക് പരിചയപ്പെടാൻ തുടങ്ങാം. ഈ ഫോട്ടോയിൽക്കാളും പരിചയിച്ചറിയാമോ? ഇല്ല, നമ്മളറിയില്ല. ശരിക്കും നോക്കണം. ഇല്ല, നമ്മളറിയില്ല. ഓർമ്മ പരിധി തിരിച്ചിടുന്നവരുടെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചെറുകാലത്ത് വർദ്ധന ഫിനാൻസ് എന്ന ചരക്ക് കമ്പനി തുടങ്ങി പലരുടെയും ലക്ഷങ്ങളുമായി മുങ്ങി. വർദ്ധനത്തോട് 2-3 കല്യാണം കഴിച്ച് പലരെയും വഴിയാധാരമാക്കി. എന്നിട്ട് അവരുടെ ആഭരണങ്ങളുമായി കടന്നു കളഞ്ഞു. ഒടുവിൽ ഒരു ബാങ്ക് ചാർജ് നടത്തി പിടിക്കപ്പെട്ടു. ഇപ്പോൾ ജയിൽമോചിതനായ താങ്കൾ നിങ്ങൾ പരമോ? ഇപ്പോൾ ബാബ ഷേഖ് ഖാദിരി മസ്താൻ. ഒന്നും മനസ്സിലാവില്ല. താങ്കൾക്കൊന്നും മനസ്സിലാവില്ല. കുറച്ച് വിവരം അതുകൊണ്ടിൽ താങ്കൾ ഇത് ഇവയാളുടെ ഭയപ്പെട്ടുമല്ലോ. ആനപ്പേന പോലെയുള്ള സ്ഥലത്താവും പനമ്പല പോലെയുള്ള വലിയ കാര്യം വെച്ച് ഏത് ആംബോക്കന്മാർ വന്നാലും ഇവനെ പോലെയുള്ളവരെ പൂവിട്ട് പൂജിക്കാൻ നിങ്ങളെ പോലെയൊരു ഉണ്ടവരില്ല. എന്ത് ചെയ്യാം? എന്റെ മനോവിഷമം. എന്ത് ചികിത്സയാണ് ഇവിടെ ചെയ്യാറുള്ളത്? ഞാൻ ചെയ്യാം. ഈ മൃഗത്തിന് മുമ്പിൽ ഇട്ടുകൊടുത്തിട്ട് വേണമല്ലേ? ഈ മൃഗത്തിന് മുമ്പിൽ ഇട്ടുകൊടുത്ത നിങ്ങളെയാണ് ആദ്യം അറിഞ്ഞത്. താങ്കൾ നാളെ സ്റ്റേഷൻ വരെ വരേണ്ടി വരും. ചിഹ്നങ്ങളെ പരീക്ഷിക്കുമ്പോൾ അള്ളാഹു പൊരുത്തപ്പെടുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്നവരോ ഉലഹിയത്തിന്റെ മാംസം ഭക്ഷിക്കുന്നവരോ അല്ലെങ്കിൽ പിതൃസക്കാത്തിന്റെ അരി വാങ്ങി കഴിക്കുന്നവരോ ഉണ്ടെങ്കിൽ ചിന്തിച്ചോ, ഹബീബായ നിമിത്തങ്ങളെ പൊരുത്തപ്പെടൂല, അള്ളാഹുത്താല പൊരുത്തപ്പെടൂല. ഇതിവിടെ നിൽക്കില്ല. ഇനി ഒരു പ്രായമുള്ള ഉമ്മ കോലം കെട്ടിച്ച് കുട്ടിനെയായിട്ട് പനിക്ക് അമ്പലത്തിലേക്ക് പോകുന്ന രംഗമൊക്കെ ഉണ്ട്. അങ്ങനെ ഇടുമ്പോഴേക്കൊക്കെ ഒരുപാട് സമയം വൈകിപ്പോണ്ട്. പെട്ടെന്ന് വേണമെങ്കിൽ ഒന്ന് ഒരുപാട് രംഗങ്ങൾ 1-2 അതായത് മന്ത്രം അത് വായിക്കണം ഉദ്ദേശിക്കുന്നു ഞാൻ. മന്ത്രവും അതേപോലെ തന്നെ മറ്റുള്ള സ്പിരിച്വൽ ട്രീറ്റ്മെന്റുകൾ, ആത്മീയ ചികിത്സ റസൂലുള്ളാഹി തങ്ങൾ നടത്തിയതാ. ബുഖാരിയിലുണ്ട്, ജമാഅത്തിലേക്ക് നിഷേധിക്കാൻ കഴിയില്ല. സർപ്പം കൊത്തിയിട്ട് കൂലി വാങ്ങി മന്ത്രിച്ചൂതി വിഷമടക്കി കൊടുത്ത ബുഖാരിയിലുള്ളതാ, നിശ്ചയിക്കാൻ കഴിയില്ല. ആയിഷാ ബീവി മന്ത്രിച്ചൂതിയിരുന്നു എന്നും ഇഖ്ലാസ് ഓതത്തിന് ഓതിയിട്ട് വെള്ളത്തിലേക്ക് ഊതിയിട്ട് കുടിക്കാൻ കൊടുത്തിരുന്നു എന്നും പ്രബോധനത്തിൽ എഴുതിയതാ. ഖുർആനിലും സുന്നത്തിലും വന്ന മന്ത്രമാണെങ്കിൽ കുഴപ്പമില്ലെന്ന് ജമാഅത്തുകാർ സമ്മതിച്ചതാ. ജമാഅത്ത് ഇസ്ലാമിയുടെ മുൻ നേതാവ് ഇസ്സുദ്ദീൻ മൗലവി, ഞാൻ തുറന്നു തന്നെ പറയാൻ, അദ്ദേഹത്തിനെ സംബന്ധിച്ച് എഴുതിയ പുസ്തകത്തിൽ കാണാം, അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ഥിരമായി പാടുപെടുത്തിരുന്ന അണ്ണാച്ചിപ്പെണ്ണ്, ആ പെണ്ണ് പശു പാല് കറക്കാൻ സമ്മതിക്കുന്നില്ല, ചവിട്ടുന്നു എന്ന് പരാതി പറഞ്ഞപ്പോൾ ഒരു കഷ്ട കടലാസ് എടുത്തിട്ട് യാ ശൈത്താനെ ഓവിടുന്ന് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് അങ്ങനെ അത് കൊണ്ടുപോയി പിന്നെ അന്ന് മുതൽ പാലിന് കാശ് പോലും വാങ്ങിയില്ല പെണ്ണ്. അങ്ങനെ ആ പാല് കുടിച്ചിരുന്നു. ഛർദിച്ച് കളഞ്ഞതല്ല, കാശ് പോലും വാങ്ങാതെ ഈ എഴുതി കൊടുത്ത ഉറുക്കിന്റെ പേരില് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് ഇസ്സുദ്ദീൻ മൗലവി അവിടുന്ന് പിരിയുന്നത് വരെ പാല് കുടിച്ചിരുന്നു എന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതിയതാ. എന്നിട്ട് ഇപ്പൊ തെരുവ് നാടകം നടത്തിയിട്ട് ഉറുക്കനെ പരിഹസിക്കുക, മന്ത്രത്തിനെ കളിയാക്കുക. അതൊക്കെ ഞാൻ വിശദമായിട്ട് ഇട്ടെന്ന് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ സമയം വൈകുമെന്ന് ഭയന്നതുകൊണ്ടാണ് ഇടയിൽ വെച്ചിട്ട് തന്നെ വിഷയം പറയുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ജമാഅത്ത് ഇസ്ലാമി നല്ല പിള്ള ജമീവാളുകളുടെ കാഫികളെ ശൈലി കണ്ടില്ലേ, കടുത്തു പോയില്ലേ. തുടക്കം കുഴപ്പമില്ലായിരുന്നു, പിന്നെ ദേശം ഗൗരവമായി പോയില്ലേ. അത് ഞങ്ങൾ എതിർക്കുന്നിടത്ത് അങ്ങനെയാണല്ലേ ഇങ്ങനെയാണല്ലേ പറഞ്ഞാൽ ഭയങ്കര എണ്ണങ്ങനെ ഇറ്റു വീഴുക ഫീസാം.
പക്ഷെ അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങന്റെ പുളി തിരിയും. അടുത്തു നോക്കണം. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്തായാലും നിങ്ങൾ അള്ളാഹുവിന്റെ മതമല്ലാത്ത മതമാകുമ്പോ സ്വാഭാവികമായും പറച്ചിലൊന്നും പ്രവൃത്തി മറ്റൊന്നും ആവും. ജമാഅത്ത് ഇസ്ലാമി കൊണ്ട് കിട്ടിയ നേട്ടമൊക്കെ അതാണ്. എന്തിനേറെ പറയണം, മുസ്ലിങ്ങൾ ഉറുക്കും മന്ത്രവും വേറെല്ലോ ഒക്കെ പോകട്ടെ, മാലയും മൗലിയും ഒക്കെ പോകട്ടെ, ഒരു പേരെങ്കിലും മുസ്ലിങ്ങളുടേത് അവശേഷിച്ചിരുന്നു. റസൂല പഠിപ്പിച്ച ഹദീസുള്ളത് അങ്ങനെ തന്നെയാണ്. സയത്തി സമാനുൻ അലാ ഉമ്മത്തി ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു. അവസാന കാലഘട്ടം വരുമ്പോ കാനേശിമാര് മുസ്ലിങ്ങളാവും.